بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا همة الشيخ اهدري لنا بهذا المحضر ولتأتي بنظرة تأتي لنا بالظفر. اللهم إني أستودعك جميع ما أنظره في هذا الكتاب حتى ترده علي في وقت احتياجي إليه. കഴിഞ്ഞ ഇറാൻ്റെ ദർസിൽ നമ്മൾ വുളു എടുക്കുന്നതും തുടങ്ങി നിസ്കാരത്തിൻ്റെ 5 വക്ത് നിസ്കാരത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അത് കഴിഞ്ഞ് ഇഖാമത്തിൻ്റെ ആത്മീയമായ മാന പറഞ്ഞു. തക്ബീറത്തുൽ ഇഹ്റാം വരെ ആയിരുന്നു നമ്മൾ സംസാരിച്ചത്. ഇന്ന് സൂറത്തുൽ ഫാത്തിഹ, അതിൻ്റെ ആത്മീയമായ മാന, അതെങ്ങനെയാണ് നമ്മൾ ഓതേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ഇതിൻ്റെ ചില ഭാഗങ്ങൾ അറബി, വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അറബി വായിക്കാം. ബാക്കിയുള്ളടുത്ത് ഞാൻ മലയാളം വായിച്ചു പോകാം. നിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നീ മടങ്ങിയെത്തിയാൽ നിൻ്റെ റബ്ബിൻ്റെ വചനങ്ങൾ പാരായണം ചെയ്യാൻ ആരംഭിക്കുക. അത് നിന്നിൽ നിന്നല്ല, മറിച്ച് അവനിൽ നിന്ന് തന്നെ കേൾക്കുന്നവനായും നിൻ്റെ റബ്ബിൻ്റെ സംസാരം മനസ്സിലാക്കുന്നതിലെ മാധുര്യത്തിന് കാതോർക്കുന്നവനായും നീ പാരായണം ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഖുർആൻ ഓതേണ്ടത് നിങ്ങൾ ഓതുക എന്നുള്ള അർത്ഥത്തിലല്ല. ഫാത്തിഹ പാരായണം ചെയ്യേണ്ടത് നിങ്ങൾ പാരായണം ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ല. നിങ്ങളിലൂടെ അവൻ പാരായണം ചെയ്യുന്നു. അവൻ്റെ പ്രതിനിധിയായിക്കൊണ്ട് നിങ്ങൾ പാരായണം ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ ശബ്ദത്തിലൂടെ നിങ്ങൾ കേൾക്കുന്നത് അവൻ്റെ വാക്കുകളാണ്. അപ്പോൾ അവനാണ് ഇത് ഓതുന്നത് എന്നുള്ള രൂപത്തിലാവണം നിങ്ങൾ ഓതേണ്ടത്. നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വാക്കിനെ തന്നെ കേൾക്കുന്ന രൂപത്തിലായിരിക്കണം. അപ്പോൾ നിങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതിയാൽ അത് നിങ്ങളല്ല ഓതിയത്, അല്ലാഹ് ഓതി, നിങ്ങളത് കേൾക്കുകയാണ്. ആ രൂപത്തിലായിരിക്കണം നിങ്ങൾ ഓതേണ്ടത്. എന്നിട്ട് പറയുക ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. എന്തെന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശബ്ദമുയർത്തി ഓതുന്ന നിസ്കാരങ്ങളിൽ ശബ്ദമുയർത്തിയും രഹസ്യമായി ഓതുന്ന നിസ്കാരങ്ങളിൽ പതുക്കെയുമാണ് ഇതുകൊണ്ട് ആരംഭിച്ചത്. പ്രശ്വാസങ്ങളെ പാരായണം, ഉറക്കവും കഴിഞ്ഞ ദിവസം നമ്മൾ ളുഹറിനും അസറിനും ഒക്കെ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പതുക്കെ ഓതാൻ പറയുന്ന കാര്യം എന്താണ്. അതുപോലെ മഗ്‌രിബിനും ഇശാഇനും ഒക്കെ ഉറക്കോതാൻ, സുബഹിക്കൊക്കെ ഉറക്കോതാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കോതുന്ന നിസ്കാരങ്ങളിൽ ഈ ഫാത്തിഹ ഉറക്കോതിയും ഫാത്തിഹയിൽ ബിസ്മി ഉറക്കോതിയും പതുക്കെ ഓതുന്ന സമയങ്ങളിൽ പതുക്കെ ഓതുകയും ചെയ്തിട്ടുണ്ട്. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖലീഫയായ അബൂബക്കറും റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഇത് ഉപയോഗിച്ച് ആരംഭിക്കാതിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അതായത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയാതെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങുന്ന ഫാത്തിഹ തുടങ്ങുന്ന രീതിയുണ്ട്. ഹനഫികളും മാലിക്കികളും ഒക്കെ ആ രീതി ഫോളോ ചെയ്യുന്നവരാണ്. കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞിരുന്നു, സയ്യിദ്നാ ഷെയ്ഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു തങ്ങൾ മാലിക്കി മദ്ഹബ് പിന്തുടർന്ന ആളാണെന്ന് പറയുമ്പോൾ ആ മാലിക്കി മദ്ഹബിൻ്റെ പവിത്രത കാണിക്കുന്നതാണെന്നും മാലിക്കി മദ്ഹബ് യഥാർത്ഥമായ സുന്നത്തിൻ്റെ മദ്ഹബാണെന്നും എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ എന്നിരുന്നാലും ആ മാലിക്കി മദ്ഹബിലുള്ള ചില അഭിപ്രായങ്ങളോട് സയ്യിദ്നാ ഷെയ്ഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു തങ്ങളും ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു തങ്ങളും ഒക്കെ അഭിപ്രായ വ്യത്യാസം കാണിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഫാത്തിഹയിൽ ബിസ്മി ഓതുന്ന വിഷയം. മറ്റൊന്നാണ് കൈകെട്ടുന്ന വിഷയം. അതായത് നിസ്കാരത്തിൽ കൈ കെട്ടേണ്ടതില്ല എന്നുള്ളതാണ് മാലിക്കി മദ്ഹബിൻ്റെ അഭിപ്രായം. എന്നാൽ സയ്യിദ്നാ ഷെയ്ഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു തങ്ങൾ അതുപോലെ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു തങ്ങളൊക്കെ കൈ കെട്ടണമെന്ന് പറഞ്ഞവരാണ്. അപ്പോൾ മാലിക്കി മദ്ഹബുകളിൽ പൊതുവിൽ അവർ മാലിക്കി മദ്ഹബിനെ ഏറ്റവും ഉന്നതമായി കാണുമ്പോഴും അതിലെ ചില അഭിപ്രായങ്ങൾക്ക് അവർ മറ്റ് മദ്ഹബുകളുടെ വീക്ഷണമാണ് കുറച്ചും കൂടി ശരിയെന്ന് പറഞ്ഞവരാണ്. അതിൽപ്പെട്ടതാണ് ഈ ഫാത്തിഹൻ്റെ കൂട്ടത്തിൽ ബിസ്മി ഓതുന്നതും അത് ഉറക്കം ഓതുന്നതും. പതുക്കെ ഓതണ്ട, അത് ഉറക്കെ തന്നെ ഓതേണ്ടതാണെന്നാണ് അവരുടെ അഭിപ്രായം. ഇത് സൂറത്തുൽ ഫാത്തിഹയുടെ ഭാഗമാണോ അല്ലയോ എന്ന കാര്യത്തിൽ വിവിധ അഭിപ്രായങ്ങളുണ്ട്. വാസ്തവത്തിൽ ഇത് ബിസ്മിയോട് കൂടിയും അല്ലാതെയും 2 തവണ അവതരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം വരാൻ കാരണം?
കാരണം ഫാത്തിഹയിൽ ബിസ്മിയോട് കൂടിയും അല്ലാതെയും ഈ സൂറത്ത് 2 പ്രാവശ്യം അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ ബിസ്മി ഇല്ലാത്ത സമയത്ത് അൽഹംദ് തുടങ്ങിയിട്ടാണ് ഫാത്തിഹ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടുകളുണ്ടാവും. പിന്നീട് ബിസ്മിയോട് കൂടിയും വന്നു, അപ്പോൾ ബിസ്മിയോട് കൂടിയിട്ട് ശ്വാസങ്ങൾ ഓതിയ റിപ്പോർട്ടുകളുണ്ടാവും. അപ്പം ഇത് ഇങ്ങനെ 2 രൂപത്തിൽ വന്നതുകൊണ്ടാണ് ഇമാമിങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം വന്നത്. എന്നിരുന്നാലും ഫാത്തിഹയിൽ ബിസ്മി ഉറക്കം ഓതി തന്നെയാണ് വേണ്ടത് എന്നാണ് നമ്മൾ മശായിഖന്മാരുടെ വീക്ഷണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ശബ്ദമുയർത്തിയും അല്ലാതെയും പാരായണം ചെയ്തിട്ടുണ്ട്. ഷെയ്ഖുന സയ്യിദുന അഹമ്മദ് തിജാനി റളിയല്ലാഹു തങ്ങൾ സ്വീകരിച്ച രീതി ഉറക്ക വെളിവാക്കി ഓതുന്ന രീതിയാണ്. ഇത് സയ്യിദുന അബൂബക്കർ റളിയല്ലാഹു തങ്ങളിൽ നിന്ന് സത്യം ചെയ്യപ്പെട്ട രീതിയിൽ നിന്ന് വ്യത്യസ്തമാണ്. അതായത് ഒരു ഹദീസിൽ അബൂബക്കർ റളിയല്ലാഹു തങ്ങളെ വിഷയത്തിൽ സത്യം ചെയ്തുകൊണ്ട് ഒരു സഹാബി ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. ആ ഹദീസിൽ അബൂബക്കർ റളിയല്ലാഹു ബിസ്മി ഉറക്കം ഓതിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് വിരുദ്ധമായിട്ടാണ് സയ്യിദുന ഷെയ്ഖ് റളിയല്ലാഹു തങ്ങളുടെ അഭിപ്രായം ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അങ്ങനെ ഓതാൻ കാരണം? അത് അദ്ദേഹത്തിൻ്റെ, അതായത് അബൂബക്കർ റളിയല്ലാഹു തങ്ങളുടെ മദ്ഹബിൽ അടങ്ങിയിട്ടുള്ള രഹസ്യം അങ്ങനെ അത് അനിവാര്യമാക്കുന്നത് കൊണ്ടാണ്. അബൂബക്കർ റളിയല്ലാഹു തങ്ങളുടെ ഒരു ഹാലും അവിടുത്തെ മദ്ഹബും അനുസരിച്ചാണ് ആ ഒരു കാര്യം വന്നിട്ടുള്ളത്. അല്ലാതെ അതാണ് നമ്മൾ ചെയ്യേണ്ടതെന്നല്ല. എന്നാൽ സയ്യിദുന ഷെയ്ഖ് അഹമ്മദ് തിജാനി റളിയല്ലാഹു തങ്ങൾ വ്യത്യസ്തമായ വീക്ഷണമാണ് ഇതിൽ കൊണ്ടുനടന്നത്. കാരണം നുബുവത്തിൻ്റെ രഹസ്യങ്ങളിലെ രഹസ്യം വലയം ചെയ്യുന്ന മതിൽക്കെട്ടാണത്. കൂടാതെ അതിൽ 22 അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്നു ബിസ്മിയിൽ. സുന്നത്ത് നിസ്കാരങ്ങളിൽ നിന്നുകൊണ്ട് അത് പാരായണം ചെയ്താൽ ഓരോ അക്ഷരത്തിനും 100 നന്മകൾ പ്രതിഫലമുണ്ട്. ഓരോ നന്മക്കും 2 ദാനിക്ക് പ്രതിഫലമുണ്ട്. ഓരോ ദാനിക്കും ഉഹുദ് പർവ്വതം സ്വർണ്ണമായി മാറിയതിനു ശേഷം അത് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ദാനം നൽകിയതിൻ്റെ തുല്യമാണ്. ഇപ്പോൾ സൂറത്തുൽ ഫാത്തിഹയിലെ ബിസ്മിൻ്റെ ഓരോ അക്ഷരത്തിൻ്റെ പ്രതിഫലമാണ് പറയണത്. ഇത് അതിൻ്റെ അർത്ഥം അറിയാതെ ഒരാളുടെ കാര്യമാണ്. എന്നാൽ അർത്ഥം അറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യുന്നതിൽ നന്മയുടെ പ്രതിഫലം 200 മാറും. ഈ പറഞ്ഞത് സാധാരണക്കാരുടെ ആളുകളുടെ കാര്യത്തിലാണ്. അല്ലാത്ത ഉന്നതരായ ആളുകൾക്ക് അള്ളാഹു അവൻ്റേതായ കണക്കുകൾ പ്രകാരം എണ്ണമില്ലാത്ത വിധം അത് ഇരട്ടിപ്പിച്ച് നൽകുകയും ചെയ്യും. അപ്പോൾ ഒരു അർത്ഥമറിയാതെ ഓതിക്കഴിഞ്ഞാൽ ഒരു അക്ഷരത്തിന് അതിൽ 100 നന്മ ഉണ്ടാവും. ഓരോ നന്മയും ഉഹുദ് മല മുഴുവൻ സ്വർണ്ണമായാൽ അത് നമ്മൾ ദാനം ചെയ്താൽ അത്രയും കിട്ടുക, അത്രയും ദാനത്തിൻ്റെ പ്രതിഫലമായിരിക്കും ഓരോ ഹർഫിനും. അത് 100 നന്മൻ്റെ പ്രതിഫലം. അത് അർത്ഥം ഓതിയാലും അത് 200 നന്മൻ്റെ പ്രതിഫലം. ഇനി ഇത് സാധാരണക്കാരുടെ വിഷയത്തിലാണ്. എന്നാൽ പ്രത്യേകക്കാരായ അള്ളാഹുവിൻ്റെ ആളുകളെ ഓതുന്നത് ആയിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അവർക്ക് ഇത് കണക്കാക്കാൻ പോലും പറ്റില്ല എത്രയാണ് അവർക്ക് അള്ളാഹു കൊടുക്കുക എന്നുള്ളത്. ഇനി കിതാബ് ഓതുന്ന വിഷയത്തിലുള്ള നമ്മൾ ഈ ഖുർആൻ എങ്ങനെയാണ് ഓതേണ്ടത് എന്നുള്ള കാര്യം പറയുകയാണ് ശേഖ് അവർ. ഞാൻ ഒന്ന് അറബി വായിക്കാം. ثم إن مراتب قراء الكتاب الله على خمس مراتب. പരിശുദ്ധമായ ഖുർആൻ പാരായണം, ഖുർആൻ ഓതുന്നത് 5 രൂപത്തിലാണ്, 5 മർത്തബകളിലാണ് ഖുർആൻ ഓത്തുള്ളത്. എല്ലാവരും ഖുർആൻ ഓത്ത് ഒരേപോലെ അല്ല, 5 മർത്തബയിലായിട്ട് ഖുർആൻ ഓത്തുണ്ട്. ഒന്നാമത്തേത് ജാഹിലുൻ ലിമഅനാഹു വഹുവ ആമിലുൻ ലിമുഖ്തലാഹു. അതായത് ഖുർആൻ ഓതുന്ന ആൾക്ക് അതിൻ്റെ അർത്ഥമൊന്നും അറിയില്ല, അതിൻ്റെ മായനൊന്നും അറിയില്ല, അതിൻ്റെ ഉള്ളിൽ എന്താ അടങ്ങിയതൊന്നും അറിയില്ല. എന്നാൽ വഹുവ ആമിലുൻ ലിമുഖ്തലാഹു, ആ ആയത്തുകളൊക്കെ ഉദ്ദേശിച്ചത് എന്താണോ, അതിൻ്റെ താല്പര്യങ്ങൾ എന്താണോ, പരിശുദ്ധമായ ഖുർആൻ പരിശുദ്ധമായ ശരീഅത്തും തരീഖത്തും ഇതൊക്കെയാണല്ലോ പറയുന്നത്, ആ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ടെടുക്കുന്ന ഒരാളാണ് അദ്ദേഹം. എന്നാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് അറിയില്ല. അങ്ങനത്തെ ഒരാൾ ഫൈൻദഹു സവാബുൻ, അദ്ദേഹത്തിന് അള്ളാഹിൻ്റെ അടുക്കൽ പ്രതിഫലമുണ്ട്. അതായത് അദ്ദേഹത്തിന് ഇത് അറിയില്ലെങ്കിൽ പോലും, അതിൻ്റെ അർത്ഥം അറിയില്ലെങ്കിൽ പോലും ഖുർആൻ അങ്ങനെ ഓതിയാൽ അതിനനുസരിച്ച് നമ്മൾ പറയും ഖുർആൻ വെറുതെ ഓതിയിട്ട് കാര്യമില്ല, അർത്ഥം അറിയണം. അങ്ങനെയില്ല. ഖുർആൻ അർത്ഥം അറിയാതെ ഓതിയാലും അള്ളാഹിൻ്റെ അടുക്കൽ പ്രതിഫലമുണ്ട്. അതിൻ്റെ ഖുർആൻ്റെ അധ്യാപനങ്ങൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തണം എന്നർത്ഥം. അതിനർത്ഥം ഒരിക്കലും ഒരു തെറ്റ് ചെയ്യാൻ പാടില്ല എന്നല്ല. അവൻ അങ്ങനെ ഒരു തെറ്റുകാരനായി ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാവരുത്, ഖുർആനെതിരെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാവരുത്, തെറ്റുകളിൽ പാശ്ചാത്തലം ഇല്ലാത്ത ഒരാളാവരുത്. അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഖുർആൻ ഓതുന്ന മനുഷ്യന് എന്തുണ്ടാവും? അവന് സവാബുണ്ടാവും, അള്ളാഹിൻ്റെ അടുക്കൽ പ്രതിഫലം ഉണ്ടാവും. വജാഹിലുൻ ലിമഅനാഹു വലം യഅമൽ ബിഹി. രണ്ടാമത്തെ ഒരു വിഭാഗം
എന്താണ് ജാഹിലുൻ ലിമാനാഹു, അവർക്കതിൻ്റെ അർത്ഥം അറിയുകയില്ല. വലം യഅമൽ ബിഹി, അതനുസരിച്ച് പ്രവർത്തിക്കുകയില്ല. ഖുർആൻ ഇങ്ങനെ ഓതും, പക്ഷേ ഖുർആൻ അനുസരിച്ചൊന്നും പ്രവർത്തിക്കൂല. ഖുർആൻ അർത്ഥം അറിയില്ല, ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കുകയില്ല. രണ്ടാമത്തെ വിഭാഗം. ഫലൈസ ലഹു ഫി തിലാവത്തി ഇല്ലാ തറുദ് വൽ ബോധ്. അങ്ങനെ ആളുകൾ ഖുർആൻ ഓതിയാൽ ആ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഉള്ള തിരസ്കരണവും അകൽച്ചയും മാത്രമേ പ്രതിഫലമായി കിട്ടുള്ളൂ. അവർ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നില്ല, അവർക്ക് ഖുർആൻ്റെ അർത്ഥം അറിയില്ല, അവരിങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ അവർക്ക് അള്ളാഹിൻ്റെ അടുക്കലുള്ള അകൽച്ചയും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള തിരസ്കരണവും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പരിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളതിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക, എന്നിട്ട് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നില്ല, അതിലൊരു പാശ്ചാത്താപമില്ല, ആ രൂപത്തിൽ നമ്മളിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഖുർആൻ ഓത്തുകൊണ്ട് അള്ളാഹിൻ്റെ അടുക്കൽ ഒരു സാമീപ്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ സാധാരണക്കാർ ഖുർആൻ ഓതുന്നതിനേക്കാൾ നല്ലത് സലാത്തില്ലെന്നതാണെന്ന് പറയാൻ കാരണം ഈ ഒരു അകൽച്ച, ഖുർആൻ ഓതുന്നത് എത്രത്തോളം ഒരു ഖുർആൻ ഓതുന്നു അതിനനുസരിച്ച് അകലുക ചെയ്യുക അള്ളാഹിൻ്റെ അടുക്കൽ. കാരണം ഖുർആൻ്റെ സാന്നിധ്യത്തിനൊരു അദബ് പാലിക്കേണ്ടതുണ്ട്. ഖുർആൻ ഓതുമ്പോൾ ആ അദബ് അവർക്കില്ലാത്തതിൻ്റെ പേരിലാണ് അവൻ അങ്ങനെ ആയിത്തീർന്നത്. മൂന്നാമത്തെ ഒരു വിഭാഗം ആലിമുൻ ലിമ അനാഹു ഐറ ആമിലിം ബിഹി. മൂന്നാമത്തെ വിഭാഗത്തിന് ഖുർആൻ അറിയാം, ഓതിയാലൊക്കെ അതിൻ്റെ ആശയങ്ങളൊക്കെ മനസ്സിലാവും. ഐറ ആമിലും ബിഹി, പക്ഷേ അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കൂല. പണ്ഡിതന്മാരെ സമയമെടുത്തോണം, പണ്ഡിതന്മാർക്കൊക്കെ ഇതിൻ്റെ അർത്ഥമൊക്കെ അറിയാം, പക്ഷെ അവരെ അതിനനുസരിച്ച് പ്രവർത്തിക്കൂല. പിന്നെ ഇനിയിപ്പോൾ പ്രവർത്തിക്കാൻ തന്നെ വെറും ശരീഅത്തിൻ്റെ ബാഹ്യമായ കാര്യങ്ങൾ മാത്രമാവണമെന്നില്ല. ഉദാഹരണം പറയുകയാണ്, നമ്മൾ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെ ചീത്ത പറയുന്ന ഒരു പണ്ഡിതനുണ്ടെന്ന് കരുതുക. അദ്ദേഹം നിസ്കരിക്കുന്നുണ്ട്, എന്നിട്ട് ഖുർആൻ ഓതുന്നുണ്ട്, അദ്ദേഹം ഈ പരിധിയിൽ വരും. കാരണം അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെ അള്ളാഹിൻ്റെ ആളുകളെ വിമർശിക്കുന്നതിനെ, അള്ളാഹിൻ്റെ ആളുകളെ ചീത്ത പറയുന്നതിനെ, അള്ളാഹിൻ്റെ ആളുകളെ അനാവശ്യമായി തിരസ്കരിക്കുന്നതിനൊക്കെ ഖുർആൻ വാൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഖുർആൻ ഓതിക്കൊണ്ട് 5 വക്ത് നിസ്കരിക്കുന്നുണ്ടോ, എന്നാലും ഈ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൽ ഖേദമില്ലെങ്കിൽ അവനും ആലിമുൻ ലിമ അനാഹു ഐറ ആമിലും ബിഹി, ഇതിൻ്റെ അർത്ഥം അറിയാം പക്ഷേ അതിനനുസരിച്ച് പ്രവർത്തിക്കാത്തവനാണ് എന്ന് പരിധി വരും. അതുപോലെല്ലാം അങ്ങനെ അറിയാം പക്ഷേ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. അങ്ങനെയാണെങ്കിലോ ബഹുവൽ ഉലമാ ഉൽ ഹായിദൂൻ, അവർ വഴിതെറ്റിപ്പോയ ഉലമാക്കളാണ്. അമലിൽ നിന്ന് വഴിതെറ്റിപ്പോയ ഉലമാക്കളാണ്. അവർക്ക് മറ്റവരെക്കാളും ശിക്ഷ ഉണ്ടാവും. ഫഹാദ ലൈസ ലഹു ഫി തിലാവത്തി ഇല്ലൽ ലഈൻ, അവർക്ക് അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ള ശാപമല്ലാതെ ഒന്നും കിട്ടൂല. അള്ളാഹുവിൻ്റെ മലക്കുകളും അവരെ അകറ്റുകയും ശപിക്കുകയും ചെയ്യാല്ലാതെ അവർക്ക് അതുകൊണ്ടൊന്നും ഒരു പ്രതിഫലവും കിട്ടൂല. അപ്പം ഒരു ജാഹിലായ മനുഷ്യൻ അവൻ ഖുർആൻ ഓതുന്നു, അതിനനുസരിച്ച് അവൻ പ്രവർത്തിക്കുന്നില്ല എങ്കിലും അവന് അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് അകൽച്ച ഉണ്ടാവുന്നേ, ശാപം കിട്ടൂല. അതേസമയം ഒരു ആലിമായ മനുഷ്യൻ അവൻ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ അതിനെതിരാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അള്ളാഹിൻ്റെ അടുക്കൽ നിന്നുള്ള ലാനത്ത് അവനുണ്ടാവും. അപ്പം നാലാമത്തെ ആൾ ആലിമുൻ ബിഹി ആമിലുൻ. നാലാമത്തെ ആൾ അദ്ദേഹം ഈ ഖുർആൻ ഓതുമ്പോൾ ആ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയുന്ന മനസ്സിലാവും. ആമിലും അതുപോലെ തന്നെ അവൻ പ്രവർത്തിക്കുകയും ചെയ്യും. പക്ഷേ ഒരു കാര്യം ചെയ്യുന്നുണ്ട് അവർ, മുഹ്തദിർ അന്നഹു ഹുവ കാര്യം, അദ്ദേഹം കരുതുന്നത് ഞാനാണ് ഓതുന്നതെന്നാണ്. അപ്പോൾ ഖുർആൻ ഇങ്ങനെ ഓതുകയാണ്, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ്, നമുക്ക് ഓതുന്നുണ്ട്, അതിൻ്റെ അർത്ഥം ഏകദേശമൊക്കെ അറിയാം. ഞാനാണത് ഓതുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഓതുന്നത്. അദ്ദേഹം അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്, ഞാനാ ഓതുന്നതെന്നുള്ള ചിന്തയൊക്കെ അദ്ദേഹത്തിനുണ്ട്. ഞാൻ ഖുർആൻ ഓതി എന്നൊക്കെ അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ ഫലഹു സവാബൻ അദീമമിൻ, അദ്ദേഹത്തിന് വലിയ പ്രതിഫലമുണ്ട്. ഖുർആൻ ഓതിയല്ലോ, ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തല്ലോ, അതുകൊണ്ട് അതിന് വലിയ പ്രതിഫലം അദ്ദേഹത്തിനുണ്ട്. എന്നാൽ അഞ്ചാമത്തെ വിഭാഗം വാലിമുൻ മുസ്തഹ്ദിറൽ ഖിതാബ മിനല്ലാഹ്, അദ്ദേഹം ആലിമാണ്, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവനുമാണ്, പക്ഷേ നേരത്തെ ആളിൽ നിന്ന് വ്യത്യാസമുണ്ട്. എന്താണ്? മുഹ്തദിറൻ അൽ ഖിതാബ് മിനല്ലാഹ്, അദ്ദേഹം അത് ഓതുന്നത് അള്ളാഹിൻ്റെ സംസാരം കേൾക്കുന്നത് പോലെയാണ്. പക്ഷെ ഓതുന്നുണ്ടെങ്കിലും അള്ളാഹാണ് നമ്മോട് പറയുന്നത്, അള്ളാഹിൻ്റെ സംസാരം ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓതുമ്പോഴും കേൾക്കുക എന്നുള്ള ഫീലിംഗ്, ഞാൻ ഓതുമ്പോഴും ഞാൻ കേൾക്കുകയാണെന്നുള്ള ഫീലിംഗാണ് ഓതിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആൾ വഅന്നഹു മുൻതസിതു കമാ ബയ്യനതുലക്, മുകളിൽ ശേഖവർകൾ വിശദീകരിച്ച പോലെ മധുരത്തോടു കൂടി അതിനിങ്ങനെ ശ്രവിക്കുന്ന
നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മോട് ഇങ്ങനെ പറയുമ്പോൾ ഒരു മാധുര്യം ഉണ്ടാവില്ല. ആ മധുരത്തോടു കൂടി നമ്മളതിങ്ങനെ കേൾക്കുന്ന രൂപത്തിൽ ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. ഖുർആൻ ഓതുന്നത് എന്താണെന്ന് അവർക്കറിയാം, അതിൻ്റെ ആശയം അറിയാം, അതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല അത് ഓതുമ്പോൾ അവരാണ് ഓതുന്നതെന്നുള്ള ഫീലിംഗ് അല്ല ഓതുന്നത്, അള്ള പറയുന്നു, അത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന രൂപത്തിലാണ് ഓതുന്നത്. മുമ്പത്തെ ആൾക്ക് അള്ളാനെ കേൾപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വലിയ പ്രതിഫലമുള്ളത്. അള്ളാനെ കേൾപ്പിച്ചു കൊടുക്കാൻ ഞാൻ അങ്ങനെ ഓതാം. അള്ളാനെ അറിയാത്തവർക്ക് അള്ളാനെ കേൾപ്പിച്ചു കൊടുക്കുക എന്നുള്ള രൂപത്തിൽ ഓതാം. അള്ളാനെ അറിയുന്നവർക്ക് കൂടുതൽ ഉത്തമമായ ഓത്ത് അള്ളാനെ കേൾപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഓത്തല്ല, അവരിലൂടെ അള്ളയാണ് ഓതുന്നത് എന്നുള്ള രൂപത്തിൽ അള്ളാഹിൻ്റെ സംസാരത്തെ അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഓതില്ല, അവർ കേട്ടുകൊണ്ടിരിക്കുക അള്ളാഹിൻ്റെ സംസാരം. അങ്ങനെ ഓതുന്നവരാണ്. ഇതിൽ തന്നെ ഇപ്പോൾ നമുക്ക് അവർക്ക് അറിയാം എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ചില ആരിഫ്യങ്ങളുണ്ടാവും, അവർക്ക് അള്ളാഹിൻ്റെ ഖുർആൻ്റെ എല്ലാ ആയത്തുകളുടെയും അർത്ഥമൊന്നും അവർക്ക് അറിയണമെന്നില്ല. പക്ഷേ അവർ ഓതുന്നത് അള്ളാഹുവിനെ അവരിലൂടെ അള്ളാഹാണ് ഓതുന്നത് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹിനെ കേൾക്കുക എന്ന രൂപത്തിലാണ് അവർ ഓതുന്നതെങ്കിൽ അവർക്കും ഈ പ്രതിഫലത്തിൻ്റെ പരിധിയിൽ വരും. അവർക്കത് അറിയില്ലെങ്കിൽ പോലും. പക്ഷേ ഇവരുടെ അത്ര ദർജ കിട്ടൂല. ഇവർ ഏറ്റവും ഉന്നതരായ ആളുകളാണ്. അറിയുകയും ചെയ്യും, എന്നാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. അത് അള്ളാഹുവിൻ്റെ ഭാഗത്താണ് കേൾക്കുകയും ചെയ്യും. മറ്റവർക്ക് അറിവ് കുറവാന്നുള്ള അടിസ്ഥാനത്തിൽ അവർക്ക് ദർജ കുറയും. വഹാദായു ഒത്താലഹു ഫി ഹർഫിൻ വാഹിദിൻ, ഈ ഒരാൾക്ക് ഒരു ഹർഫ് അദ്ദേഹം ഓതുന്നതുകൊണ്ട് നൽകപ്പെടും. മിസ്ലമായൂത്താലി ഹൽഖി മിൻ യോമ ഹൽക്കഹുമുല്ലാഹു ഇല്ലാ വക്തി, ഈ സൃഷ്ടിപ്പ് തുടങ്ങിയ മുതൽ ഇന്ന് വരെ ഓരോ ആളുകൾ എത്രത്തോളം ആളുകൾ ഉണ്ടോ, എത്രത്തോളം സൃഷ്ടി ഉണ്ടോ, അവർക്കൊക്കെ അള്ളാഹ് കൊടുത്തതിൻ്റെ അത്രയും അള്ളാഫൻ അതിനോടൊക്കെ എത്രയോ മടങ്ങാക്കിയിട്ട് ഈ ഒരു മനുഷ്യൻ ഓതുന്ന ഖുർആൻ്റെ പ്രതിഫലം അള്ളാഹ് കൊടുക്കുന്നത് എത്രയായിരിക്കും എന്നറിയോ? സാധാരണ ഓതുന്ന പോലെ, സാധാരണ ഓത്തുകാരന് കൊടുക്കുന്ന പ്രതിഫലം പോലെ ആയിരിക്കില്ല. ഈ സൃഷ്ടിപ്പ് തുടങ്ങിയ മുതൽ ഇതുവരെയുള്ള ആളുകൾ ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ അത് എന്താണ് കൊടുത്തത്, ആ കൊടുത്തതൊക്കെ എത്രയോ ഇരട്ടിയായിട്ട് ഈ മനുഷ്യൻ അള്ളാഹു കൊടുക്കും. വ്യാലമുഹല്ല. പക്ഷെ ആ കൊടുത്ത് എങ്ങനെയാണ് അവർക്ക് അള്ളാഹു കൊടുക്കുക, എത്രത്തോളം അള്ളാഹു കൊടുക്കുക അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അത്രയും വാരിക്കോരി കൊടുക്കും. ഫക്കുൻ മിൻ ഹാദൽ ഖാബിൽ, ഇപ്പം നിങ്ങളെന്താവണം, ഈ ഒരു കൂട്ടത്തിൽ പെടാൻ ശ്രമിക്കണം. നിങ്ങൾ ഓതുമ്പോൾ ഇങ്ങനത്തെ ഒരു കൂട്ടത്തിൽ പെടാൻ ശ്രമിക്കണം. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഖുർആനോത്ത്. ഓതുമ്പോൾ ഓതുന്ന വാക്കുകളോ വാക്യങ്ങളോ അല്ല ചിന്തയിൽ വേറെ ഏതോ കാര്യങ്ങൾ നമ്മൾ ശരിക്കും ഖുർആൻ ഓതുമ്പോൾ നമുക്ക് വേറെന്തെങ്കിലും ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ അതിങ്ങനെ നമ്മളത് അള്ളാഹുവിൽ നിന്നാണ് അങ്ങനെ മനസ്സിലാക്കരുത്. കാരണം നമ്മൾ സിദ്ദീഖീങ്ങളായ പിന്നെ ആരിഫീങ്ങളൊന്നല്ലല്ലോ. അപ്പോൾ നമ്മൾക്ക് അങ്ങനത്തെ ചിന്തകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ട ചിന്തകളായിട്ട് മനസ്സിലാക്കുക. ഖുർആനുമായി ബന്ധപ്പെട്ട ചിന്തയിലേക്ക് തന്നെ ശ്രദ്ധിക്കുക. അതിൻ്റെ അർത്ഥത്തിലേക്ക് വരണമെന്നൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു കാര്യം, ഒരു പാട്ട് ഒരാൾക്ക് കേൾപ്പിച്ചു കൊടുക്കാമെന്ന് കരുതുക. പാട്ടിൻ്റെ അർത്ഥം അറിയണമെന്നുണ്ടോ? നമുക്കത് ഫോക്കസ് ചെയ്യാൻ. എനിക്കറിയാത്തൊരു പാട്ട്, ഒരു ഫാർസി പാട്ടാണെന്ന് കരുതുക. എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട ഒരാൾക്ക് അത് പാടി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. ആ ഫാർസി പാട്ടിൻ്റെ അർത്ഥമൊന്നും എനിക്ക് അറിയണമെന്നില്ല, എന്നാൽ എനിക്കത് പാട്ട് പാടി കേൾപ്പിച്ചു കൊടുത്തൂടെ? അതിലേക്ക് ഫോക്കസ് ചെയ്തൂടെ? ആ ഇന്ന ആളിൻ്റെ എൻ്റെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നൊരു ഫീൽ കൊണ്ടുവന്നൂടെ? അങ്ങനെ പാട്ട് കേൾപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഫീലിംഗ് അല്ലാതെ വേറെ എന്തെങ്കിലും ചിന്തകൾ അവന് വന്നാൽ അത് അതിൻ്റെ ഇതിവൃത്തത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നല്ലല്ലോ. അതേസമയം ഉന്നതരായ ആരിഫീങ്ങളെ സംബന്ധിച്ചിടത്തോളം, കാമിലീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ സമയത്ത് വരുന്ന എല്ലാം അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നായിട്ട് അവർക്ക് അനുഭവപ്പെടും. കാരണം അവർ ശ്രദ്ധ മുഴുവൻ അള്ളാഹിലേക്കാണ്, അതല്ലാത്ത ഒന്നിലേക്ക് അവർ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനത്തെ ഫീലിംഗ് ഒക്കെ വന്നാൽ അള്ളാഹിൽ നിന്നാണ് മനസ്സിലാക്കുക. മറ്റേ നമ്മൾ അള്ളാഹ് എന്ന് പറയുമ്പോൾ അതിലൊക്കെ നഫ്സ് കലരാൻ ചാൻസ് ഉണ്ട്, നമ്മളുടേതായ ദേഹേച്ഛകൾ കലരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്യുവറായിട്ട് മനസ്സിലാക്കുന്നത് നമുക്ക് തെറ്റ് പറ്റാൻ ചാൻസ് ഉണ്ട്. ശ്രദ്ധിക്കുക. അപ്പോൾ തഖദ്ദം അന്ന സവാബ മിൻ ബാബിൽ ഇഫ്ലാൽ. അപ്പോൾ ഇതൊക്കെ പ്രതിഫലത്തിൻ്റെ തലത്തിൽ പറഞ്ഞതാണെങ്കിലും പ്രതിഫലം പറഞ്ഞല്ലോ. അതായത് ഒരു ജാഹിലിന് 5 കാറ്റഗറി ആൾക്കാരുണ്ട്, ഓരോ ആളുകൾക്ക് അള്ളാഹ് കൊടുക്കുന്ന പ്രതിഫലം എന്താണ് അതുകൊണ്ട് കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞല്ലോ. അത് അന്ന സവാബ് മിൻ ബാബിൽ ഇഫ്ലാൽ, ഇതൊക്കെ അള്ളാഹിൻ്റെ ഫضലാന്ന് മനസ്സിലാക്കുക. അതിങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഓരോ അക്ഷരത്തിനും ഇത്ര പ്രതിഫലം ഇങ്ങനെ കണക്ക് ചെയ്താനല്ല അതൊക്കെ പറയുന്നത്. കണക്ക് കൂട്ടിയിട്ട് ഇങ്ങനെ എനിക്കിന്ന് അള്ളാഹ് ഇത്ര പ്രതിഫലം കിട്ടി എന്ന് വിചാരിച്ച് കണക്ക് ചെയ്താനല്ല അതൊന്നും. ഇതെന്തിനാണ്? ഇത് പിന്നെ അതിൻ്റെ മഹത്വം മനസ്സിലാക്കി തരാനാണ്.
അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അത് അള്ളാഹിൻ്റെ ഫضലിൽ നിന്നാണ് അള്ളാഹ് പ്രതിഫലം നൽകുന്നത്. അല്ലാതെ നമുക്ക് അള്ളാഹിനോട് ഡിമാൻഡ് ചെയ്യാനും പറ്റില്ല. ഞാനിങ്ങനെ ഓതി എനിക്ക് ഇത്ര കിട്ടണം, ഇതാണ് എൻ്റെ പ്രതിഫലം എന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. അത് അള്ളാഹിൻ്റെ ഫضലിൽ നിന്നുള്ള തരുന്നത്. ലാ മിൻ ബാബിൽ ഇസ്തിഹഖാഖ്, നമുക്കിങ്ങനെ യോജിച്ചുകൊണ്ട് നമുക്ക് കിട്ടേണ്ടതാണെന്നൊന്നും പറഞ്ഞ് അവകാശപ്പെടാനൊന്നും പറ്റുന്ന സാധനമല്ല. അള്ളാഹ് തരുന്നു പറഞ്ഞാൽ അത് തരുമായിരിക്കും. അള്ളാഹിൻ്റെ ഫضലിൽ നിന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ നമുക്കത് ഉപയോഗപ്പെടുത്താം എന്നല്ലാതെ അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനും നമ്മൾ പോകരുത്. നമ്മളെന്താ ചെയ്യേണ്ടത്? ഫതഅറദ ലി ഇബാദത്തി റബ്ബിക്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഇബാദത്തിലേക്കാണ്. അതായത് അതിൻ്റെ മുകളിൽ കിട്ടുന്ന പ്രതിഫലത്തേക്കല്ല. തഅറദ ഇബാദത്ത്, ആ ഇബാദത്തിലെ ഓരോ തലത്തിനും വ്യത്യസ്തമായ മഹത്വങ്ങളുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പ്രതിഫലങ്ങൾ കണക്കാക്കപ്പെട്ടത്. അപ്പോൾ എന്നാലും നമ്മളിങ്ങനെ ചൊല്ലുമ്പോൾ ആ പ്രതിഫലത്തിലേക്കല്ല ശ്രദ്ധിക്കേണ്ടത്, പക്ഷേ ആ ഇബാദത്തിലേക്കാണ് ശ്രദ്ധിക്കേണ്ടത്. അലാ വഖഫി ഇംതിസാലി വൽ ഇസ്തിഹഖാഖ്, അള്ളാഹുവിനെ അനുസരിക്കുകയാണ്. അതുപോലെ അള്ളാഹിനനുസരിക്കാൻ അള്ളാഹു പറഞ്ഞത് കേൾക്കാൻ പിന്നെ അള്ളാഹു ഏറ്റവും അനുയോജ്യനാണ്. പിന്നെ അവനൊന്നും നമുക്ക് തന്നിട്ടില്ലെങ്കിലും അള്ളാഹിനെ നമ്മൾ ഇബാദത്ത് ചെയ്യണം, നമ്മൾ നിസ്കരിക്കണം, നമ്മൾ ഖുർആൻ ഓതണം, അള്ളാഹ് പറഞ്ഞുകൊണ്ട് ചെയ്യണം. അതിന് അവൻ അർഹനാണ്, നമുക്കൊന്നും അവകാശപ്പെടാൻ അർഹതയില്ല എന്ന അവസ്ഥയിലായിക്കൊണ്ടായിരിക്കണം നിങ്ങൾ ആ നിസ്കാരത്തിന് എഴുന്നേൽറ്റ് നിൽക്കേണ്ടത്, ഓതേണ്ടത്. അപ്പോൾ ആലബത്ത് മിന്നു, കാരണം ഈ വിജയവും തൗഫീഖും എല്ലാം അള്ളാഹിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നതാണ്. നമുക്കതിൻ്റെ മുകളിൽ ഇങ്ങനെ അവകാശവാദം പറയാനൊന്നും പറ്റൂല. ഫലാ തതഅറദ് ലി കുനൂസിൽ അമാൽ, അമലുകൾ കൊണ്ട് കിട്ടുന്ന നന്മകളെ, അമലുകൾ കൊണ്ട് കിട്ടുന്ന പ്രതിഫലങ്ങളെ അതിലേക്കൊന്നും നമ്മൾ ശ്രദ്ധിക്കരുത്. നമ്മൾ അതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ ആ പ്രതിഫലം ഉണ്ടെന്ന് മനസ്സിലാക്കുക എന്നല്ലാതെ അതിൻ്റെ പ്രതിഫലം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ നിൽക്കരുത്. ഫൈനഹ മിൻ വലായിഫിൽ ഹക്ക്, കാരണം അത് അള്ളാഹിൻ്റെ പണിയാണ്. ഇതിൻ്റെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതേ സംഭവം. നിങ്ങൾ പ്രതിഫലം അളന്ന് നോക്കിയിട്ട് എനിക്കിൻ്റെ പ്രതിഫലം എന്ന് കണക്കാക്കാൻ നിങ്ങൾ നിൽക്കരുത്, കാരണം അത് അള്ളാഹിൻ്റെ പണിയാണ്. നിങ്ങളെ പണി എന്താ? അള്ളാഹിൻ്റെ അബുദായി നിൽക്കുക എന്നുള്ള ഉബൂദിയത്തിൽ നിൽക്കുക നിങ്ങളെ പണി. നിങ്ങളെടുത്താൽ അള്ളാഹിൻ്റെ പണി അള്ളെടുത്തോളൂ, നിങ്ങൾ അള്ളാഹിൻ്റെ പണി ചെയ്യേണ്ട. ഫഫഹം അനില്ലാഹി ബിഹി ലഹു, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട അനില്ല അള്ളാഹിൽ നിന്നായിട്ടാണ്, അള്ളാഹുവിലൂടെ ആയിട്ടാണ്, അള്ളാഹുവിലേക്കായിട്ട്, അള്ളാഹുവിന് വേണ്ടിയുമാണ് എന്ന് മനസ്സിലാക്കുക. ഇബാദത്തുകളൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രതിഫലം അള്ളാഹുവിൽ നിന്നാണെന്നും അള്ളാഹുവിലൂടെയാണെന്നും അള്ളാഹുവിന് വേണ്ടിയാണെന്നും അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് വസ്ബുദ് ഫി ഹദറത്തി അദബി റബ്ബിക്, നിങ്ങൾ അള്ളാഹിൻ്റെ ഹദറത്തിൽ, റബ്ബിൻ്റെ ഹദറത്തിൽ പാലിക്കേണ്ട അദബുകളൊക്കെ പാലിച്ച് നിലയുറപ്പിച്ച് നിൽക്കുന്നവനായി നിങ്ങൾ നിലയുറപ്പിച്ച് നിൽക്കുക. അല്ലാതെ വേറെ പ്രതിഫലത്തിലേക്കല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഫാത്തിഹൻ്റെ അർത്ഥങ്ങളിലേക്ക് പോവാണ്. ഇവിടെ ബിസ്മി എന്നതിൻ്റെ അർത്ഥം ഇതാണ്: എൻ്റെ റബ്ബിൻ്റെ അടുത്ത് എൻ്റെ പദവിക്ക് മുകളിൽ ഔന്നത്യത്തോടെ സ്ഥാപിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ നിന്നുള്ള ഒരു നാമത്തിൻ്റെ പ്രകാശത്തിൻ്റെ ബർക്കത്ത് കൊണ്ടല്ലാതെ ഞാൻ നിസ്കരിച്ചിട്ടില്ല, ചലിച്ചിട്ടില്ല, അടങ്ങിയിരുന്നിട്ടുമില്ല. ബിസ്മില്ലാ എന്ന് പറയുമ്പോൾ, അള്ളാഹിൻ്റെ നാമം കൊണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ നിസ്കാരവും എൻ്റെ ചലനവും എൻ്റെ അടക്കവും എല്ലാം അള്ളാഹിൻ്റെ പേര് കൊണ്ടാണ്, അല്ലാതെ ഒന്നുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് തൻ്റെ റബ്ബിൻ്റെ അറിവിൽ നിലനിൽക്കുന്നതും അതിൻ്റെ കാര്യം അള്ളാഹുവിൽ ഏൽപ്പിക്കപ്പെട്ടതുമായ ഒരു യാഥാർത്ഥ്യമാണ്. കാരണം അസ്തിത്വത്തിലെ അണുക്കളായ അവൻ്റെ സൃഷ്ടികളുടെ എണ്ണത്തോളം നാമങ്ങൾ അള്ളാഹുവിനുണ്ട്. ഓരോ അണുവിനും മുകളിലും അതിന് മാത്രമായ ഉള്ള അള്ളാഹുവിൻ്റെ ഓരോ നാമമുണ്ട്. അവയാണ് വ്യാപിക്കപ്പെട്ട നാമങ്ങളും ഉന്നതമായ നാമങ്ങളും. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, ഇവിടെയുള്ള ഓരോ സൃഷ്ടിക്ക് മുകളിലും അള്ളാഹുവിൻ്റെ ഒരു ഇസ്മിൻ്റെ തജല്ലിയുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അത് ഇവിടെ നിലനിൽക്കുന്നതും അതിന് അനങ്ങാൻ പറ്റുന്നതും അടങ്ങാൻ പറ്റുന്നതും അതിൽ നിന്ന് വെളിവാകുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ വെളിവാകുന്നതും അതിൻ്റെ മുകളിൽ അള്ളാഹുവിൻ്റെ ഒരു ഇസ്മിൻ്റെ തജല്ലി ഉള്ളത് കൊണ്ട് മാത്രമാണ്, അല്ലാതെ ഒന്നുകൊണ്ടല്ല. മഹത്വമേറിയവനായ അവൻ്റെ നാമങ്ങൾക്ക് ഒരു അവസാനവുമില്ല. അള്ളാഹിൻ്റെ നാമങ്ങൾ 99 മാത്രമാണെന്ന് വിചാരിക്കരുത്. അവൻ്റെ നാമങ്ങൾക്കൊന്നും അവസാനമില്ല. അവന് അതിമനോഹരമായ നാമങ്ങളുണ്ട്. അവ 99 നാമങ്ങളാണ്. എല്ലാത്തിനെയും പൊതിയുന്ന 99 നാമങ്ങൾ അവനുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അവയാണ് നാമങ്ങളുടെ മാതാക്കൾ അഥവാ അടിസ്ഥാന നാമങ്ങൾ. അടിസ്ഥാന നാമങ്ങൾ 99 എന്നാൽ അള്ളാഹിൻ്റെ നാമങ്ങൾക്ക് അറ്റമില്ല എന്ന് തിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല. ആ അടിസ്ഥാന നാമങ്ങളിൽ ഓരോന്നും അസ്തിത്വത്തിലുള്ള മറ്റെല്ലാ അണുക്കൾക്കും അനുയോജ്യമാണ്. ഉദാഹരണത്തിന് റഹ്മാൻ എന്നത് എല്ലാ വസ്തുക്കൾക്കും മേലുമുള്ള ഒരു നാമമാണ്. കാരണം അവൻ്റെ കാരുണ്യത്തിൽ നിന്നല്ലാതെ യാതൊന്നും പുറത്തു വന്നിട്ടില്ല.
ഇവിടെ നമ്മൾ റഹ്മാൻ എന്നുള്ള എല്ലാത്തിനും യോജ്യമാണെന്ന് പറയുമ്പോൾ റഹ്മത്തു വസിയ കുല്ലു ഷൈൻ അള്ളാഹ് ഖുർആനിൽ പറയണ്ടല്ലോ, അള്ളാഹിൻ്റെ റഹ്മത്ത് എല്ലാത്തിനെയും പൊതിയും. അള്ളാഹിൻ്റെ റഹ്മത്ത് ഉള്ളതുകൊണ്ടാണ് ഇവിടെയുള്ള ഓരോ വസ്തുവും, ശത്രുവും മിത്രവും രഹസ്യവും പരസ്യവും രാത്രിയും പകലും എന്ത് തുടങ്ങി ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഓരോ വസ്തുക്കളും ഇവിടെ വെളിവായത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടാണ്. അപ്പോൾ ആ റഹ്മത്ത് എന്നുള്ള വിശേഷണം അതിൻ്റെ മുകളിലൊക്കെ, ആ പേരിൻ്റെ തജല്ലി അതിൻ്റെ മുകളിലൊക്കെ വെളിവാകുന്നുണ്ട്. അത് ഇല്ലായിരുന്നുവെങ്കിൽ ആ വസ്തു ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. ബാക്കിയുള്ളവയും അതിനോട് താരതമ്യം ചെയ്യുക. അത്യുന്നതമായ തൻ്റെ സത്തക്ക് ദാത്തിന് മാത്രമായ ഒരു പ്രത്യേക നാമമുണ്ട്. അതൊന്നു മാത്രമാണ്, ആരിഫീങ്ങൾക്കല്ലാതെ മറ്റെല്ലാവർക്കും അത് മറക്കപ്പെട്ടതുമാണ്. അപ്പോൾ എന്നാൽ അള്ളാഹുവിൻ്റെ ദാത്തിനൊരു പേരുണ്ട്. ആ പേര് അള്ളാഹിൻ്റെ ആരിഫീങ്ങൾക്ക് അനുഭവത്തിലൂടെ അനുഭവപ്പെടുന്ന ഒന്നാണ്. അത് മറ്റാർക്കും അറിയില്ല. അസ്മാഉൽ ഹുസ്ന എന്നത് ഹക്കായ അള്ളാഹുവിൻ്റെ പദവികളെ കുറിക്കുന്ന നാമങ്ങളാണ്. അതിനാൽ അള്ളാഹു എന്ന ഹക്കായ അവൻ്റെ പദവികളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന സമഗ്രമായൊരു പദവിയെ കുറിക്കുന്ന നാമമാണ്. അള്ളാഹിൻ്റെ മർത്തബയിൽ, അള്ളാഹ് എന്നുള്ള പേര് അള്ളാഹിൻ്റെ മർത്തബയിലുള്ള എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു ഇസ്മാണ്. അതാണ് ഉലൂഹിയത്ത്. എല്ലാ വസ്തുക്കളുടെയും അധിപനായവൻ്റെ മഹത്വം എന്നാണ് അതിൻ്റെ അർത്ഥം. മറ്റു വസ്തുക്കളെ പരിഗണിക്കുമ്പോൾ അത് റുബൂബിയത്തിൻ്റെ സന്നിധിയിലേക്കുള്ള പൂർണ്ണതയിലേക്കുള്ള ആശ്രയത്വമാണ്. അത് തന്നെയാണ് അടിമത്തത്തിൻ്റെ യഥാർത്ഥ സത്ത. അപ്പോൾ ഈ അള്ളാഹ് എന്നുള്ള ഇസ്മ അടിമയിലേക്ക് ചേർത്തിയിട്ടാണ് വരുന്നത്. കൂടുതലും ഇത് ആരിഫീങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അസ്മാകളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ അള്ളാഹിൻ്റെ ഇസ്മ എന്ന് പറയുന്നത് കൂടുതലും അടിമയിലേക്ക് ചേർന്ന് നിൽക്കുന്നതാണ്, അള്ളാഹിൻ്റെ ദാത്തിലേക്ക് ചേർന്ന് നിൽക്കുന്നതിനേക്കാളും. കാരണം ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ മർത്തബയാണ്. ആ മർത്തബക്ക് അടിമ നിർബന്ധമാണ്. ആ അടിമൻ്റെ അടിമത്വത്തിലേക്ക് ആ ഉലൂഹിയത്ത് ചേർന്ന് നിൽക്കുന്നത് അത് അന്ധതയുടെയും മാഞ്ഞുപോകലിൻ്റെയും അവസ്ഥയാണ്. നാം അതിലേക്ക് സൂചന നൽകുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ ഉലൂഹിയത്ത് എന്നത് സൃഷ്ടാവും സൃഷ്ടിക്കും ഇടയിലുള്ള മഹത്വവും ആധിപത്യവുമാണ്. അത് ഗ്രഹിക്കുന്നതിനും എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നതിനും അതീതമാണ്. അതിനാൽ ദാത്തിൻ്റെ നാമത്തിന് മുകളിൽ മറ്റൊരു പദവിയുമില്ല. അപ്പോൾ അള്ളാഹിൻ്റെ ദാത്തിനൊരു പേരുണ്ട്, അള്ളാഹുവിനൊരു മർത്തബയുണ്ട്. ഈ ദാത്തിൻ്റെ പേരിൽ അവിടെ അള്ളല്ലാത്ത ഒന്നുമില്ല, പരിപൂർണമായ ഹക്കല്ലാത്ത ഒന്നും അവിടെ സാധ്യമല്ല. എന്നാൽ അള്ളാഹിൻ്റെ മർത്തബയിലേക്ക് അടിമത്വം ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ അള്ളാഹിൻ്റെ ദാത്തിൻ്റെ പേര് അത് മുഹമ്മദിയ സന്നിധിക്ക് ആത്മീയമായ വെളിപാടിലൂടെ തജല്ലിയുടെ സമ്മാനമായി ലഭിച്ച നാമമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു കൊടുത്ത നാമമാണ് ആ ദാത്തിൻ്റെ പേര്. അങ്ങനെ നീ പൂർണ്ണമായ ബോധ്യത്തോടെ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുമ്പോൾ നീ നിന്നിൽ നിന്നും ബിസ്മില്ല എന്ന് പറയുമ്പോൾ നീ നിന്നിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും മറ്റുള്ളവ ഉണ്ട് എന്ന ചിന്തയിൽ നിന്നും ഒഴിവായി മാറുന്നു. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മൾ ചൊല്ലുമ്പോൾ നമ്മളിൽ നിന്ന് തന്നെ ഊരിപ്പോകുന്ന പോലെ ഫീൽ ചെയ്യും. മറ്റുള്ളവരും അതല്ലാത്ത വേറെന്തൊക്കെയോ ഇവിടെ ഉണ്ട്, അങ്ങനെ വേറെന്തൊക്കെയോ വസ്തുക്കൾ എന്നൊക്കെ നമ്മൾ ചിന്ത മാറിപ്പോവും. അതുപോലെ അതല്ലാത്ത ഒന്നുണ്ട് എന്നുള്ള ചിന്തയിൽ നിന്നും നമുക്ക് ഇല്ലാണ്ടാവും പറ്റും. മാത്രമല്ല കർമ്മങ്ങൾ മുഴുവൻ അവൻ്റെ രക്ഷിതാവിലേക്ക് നീ ചേർത്തി പറയുന്നു. അത് അവനിലൂടെ ആണെന്നും നിന്നിലൂടെ അല്ലെന്നും നീ മനസ്സിലാക്കുന്നു. അപ്പോൾ ബിസ്മില്ല എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള എല്ലാത്തിലൂടെയും അള്ളാഹിൻ്റെ ഇസ്മിൻ്റെ തജല്ലിയാണ് വെളിവാകുന്നത്. അതിലൂടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം അവനിൽ നിന്നാണ്, അല്ലാതെ നമ്മളിൽ നിന്നല്ല. അതാണ് അടിമത്തത്തിൻ്റെ ഏറ്റവും ഉയർന്ന ലക്ഷ്യം. കാരണം എല്ലാ കർമ്മങ്ങളിലും നിൻ്റെ രക്ഷിതാവിലേക്കുള്ള നിരന്തരവും പൂർണ്ണവുമായ ആശ്രിതത്വമാണ് ആ ഒഴിവാക്കലിനുള്ളത്. അതിനാൽ നീ അത് മനസ്സിലാക്കുക. അള്ളാഹുവിലേക്ക് ചേർന്ന് പറയുന്ന നാമം അള്ളാഹു എന്ന പദത്തിൽ നിന്ന് വ്യത്യസ്തമാണ്, മറിച്ച് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു നാമമാണ്. അതിനാൽ ആ ചേർത്ത് പറയൽ അതിൻ്റേതായ അർത്ഥത്തിൽ നിലനിൽക്കുന്നു. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള റഹ്മാൻ റഹീം എന്നുള്ള പദത്തിൻ്റെ ഒക്കെ ആശയങ്ങൾ അള്ളാഹ് എന്നുള്ള പദത്തിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. എന്നാൽ അത് വ്യത്യസ്തമായി നിൽക്കുന്നതുമാണ്. ഞാൻ റഹ്മാനിലേക്ക് വരികയാണ്. റഹ്മാൻ ഇതിനർത്ഥം ഇഹലോകത്തും പരലോകത്തും സർവ്വവ്യാപിയായ കാരുണ്യം കൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ടവൻ എന്നാണ്. നമ്മൾ ഇതിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ പല ഉലമാക്കളും നടത്തിയത് നമ്മൾ വായിക്കുകയും മുമ്പൊക്കെ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഇഹലോകത്തിലെ കാരുണ്യമാണ്, റഹീം എന്ന് പറഞ്ഞാൽ പരലോകത്തെ കാരുണ്യമാണെന്ന്. ഇവിടെ ശേഖറുകൾ പറയുന്നത് റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഇഹലോകത്തും പരലോകത്തും ഒക്കെ ഉള്ള സർവ്വവ്യാപകമായ കാരുണ്യം, പരലോകത്തെയും കാരുണ്യം റഹ്മാനിൽ ഉൾപ്പെടുന്നു എന്നാണ് ശേഖറുകൾ പറയുന്നത്. ഇത് മഹാനവരുടെ വ്യാഖ്യാനമാണ്. അത് സൃഷ്ടിപ്പിൻ്റെ, അതായത് ഇല്ലാത്തതിൽ നിന്നും ഉണ്ടാകുന്നതിൻ്റെ കാരുണ്യമാണ്. അപ്പോൾ മഹാനവകൾ പറയുന്നത് എന്താണ്? ഈ റഹ്മാൻ എന്ന് പറയുന്ന കാരുണ്യം
അള്ളാഹു സൃഷ്ടിപ്പ് നടത്തിയ സമയത്ത് ഒന്ന് ഇല്ലായ്മയിൽ നിന്നുണ്ടായതാണല്ലോ, അത് അള്ളാഹിൻ്റെ കാരുണ്യത്തിൽ നിന്നുണ്ടായതല്ലേ. ആ കാരുണ്യം ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ഇല്ലായ്മയിൽ നിന്നുണ്ടായോ അതൊക്കെ ആ കാരുണ്യത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് എന്നാണ് ഇന്ന് മനസ്സിലാവുന്നത്. അത് എത്രത്തോളം വിശാലമായ കാരുണ്യമാണ്. അപ്പോൾ അള്ളാഹു പറയുന്നുണ്ടല്ലോ, റഹ്മത്തി വസിയ കുല്ലി ഷൈഇൻ സഅക്തുബുഹാ ലില്ലദീന യത്തഖൂൻ. എൻ്റെ കാരുണ്യം എല്ലാ വസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതാണ്, അതിനാൽ സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഞാൻ അത് രേഖപ്പെടുത്തി കൊടുക്കുന്നതാണ്. അപ്പോൾ റഹ്മത്ത് വസിയ കുല്ലി ഷൈഇൻ എന്ന് പറയുമ്പോൾ അവിടെ റഹ്മത്ത് എല്ലാത്തിനും ഉൾക്കൊള്ളുന്നു എന്ന് പറയുമ്പോൾ ഇഹലോകത്തെയും പരലോകത്തെയും ഒക്കെ അത് ഉൾക്കൊള്ളണമല്ലോ. എല്ലാത്തിനും എല്ലാം എന്ന് പറഞ്ഞാൽ കുല്ലെന്ന് പറഞ്ഞാൽ എന്താ, അല്ലല്ലാത്ത എല്ലാം അതിൽപ്പെട്ടില്ലേ. അപ്പോൾ ഇഹലോകത്തും പരലോകത്തെയും ഉൾപ്പെടുത്തണം. ഇഹലോകത്തെയും പരലോകത്തെയും ഉൾപ്പെടുത്തുമ്പോൾ അല്ലല്ലാത്ത എല്ലാ സൃഷ്ടികൾക്കും ആ റഹ്മത്തുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ആ ദുനിയാവിലെ ആഖിറത്തിലുള്ള വിശാലമായ കാരുണ്യമാണ്. അത് ദുനിയാവ് തന്നെ ആവണമെന്നില്ല. അതായത് ഈ ആയത്ത് പിന്നെ ജവാഹർമാനി വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. റഹ്മത്ത് വസിയ കുല്ലി ഷൈഇൻ എന്ന് പറയുന്ന ആയത്ത് ഏത് റഹ്മത്താണ്? രണ്ട് രൂപത്തിൽ റഹ്മത്തിൻ്റെ പ്രത്യേകമായ റഹ്മത്ത്, പൊതുവായ റഹ്മത്ത്. പൊതുവായ റഹ്മത്തിൽ എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ്. പ്രത്യേകമായ റഹ്മത്ത് അത് റഹീമിൻ്റെ പരിധിയിൽ വരുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ പൊതുവായ റഹ്മത്തിനെ പറ്റി ശൈഖുകൾ പറയാണ്, അത് ദുനിയാവിലെ ആഖിറത്തുള്ള എല്ലാവർക്കും കിട്ടുന്നതാണ്, ദുനിയാവിൻ്റെ മാത്രം റഹ്മത്തല്ലാതെ എന്നാണ് മഹാനവരുടെ വ്യാഖ്യാനം. റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹുൽ വിശേഷിച്ച തൻ്റെ അടിമകളോട് ഇഹലോകത്തും പരലോകത്തും അതീവ കാരുണ്യം കാണിക്കുന്നവൻ എന്നാണ് അർത്ഥം. അപ്പോൾ റഹീം എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളോടുള്ളത് പ്രത്യേകമായ റഹ്മത്താണ്. അത് ദുനിയാവിലെ ആഖിറത്തിലും, ദുനിയാവിലാണെങ്കിലും ആഖിറത്തിലാണെങ്കിലും അള്ളാഹിൻ്റെ പ്രത്യേകമായ അടിമകളോട് അള്ളാഹ് കാണിക്കുന്ന റഹ്മത്ത്, അതാണ് റഹീം. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ദുനിയാവിലാണെങ്കിലും ആഖിറത്തിലാണെങ്കിലും എല്ലാവരോടും അള്ളാഹ് കാണിക്കുന്ന കാരുണ്യം, അതാണ് റഹ്മാൻ. ആ റഹ്മാൻ അള്ളാഹു അവരെ പടച്ചു എന്ന കാരുണ്യം, അതിന് വലിയൊരു കാരുണ്യമാണല്ലോ. ഇപ്പോൾ അള്ളാഹു നമ്മളെ പടച്ചത് നമ്മൾ വലിയ കാര്യം, നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നെങ്കിലും നമ്മളില്ലായ്മയിലാണെങ്കിലും അതിനേക്കാൾ വലിയൊരു നാശം എന്താ ഉള്ളത്? നമ്മൾ അള്ളാഹു പടച്ചില്ലേ, വലിയൊരു കാരുണ്യമല്ലേ. അതുകൊണ്ടാണ് നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അത്രയും മോശപ്പെട്ട കാര്യമാകുന്നത്. നമ്മളെന്താ ചെയ്യുന്നത്? അള്ളാഹു നമ്മൾ പടച്ചു എന്നുള്ളതിനെ നിഷേധിക്കുകയാണ്. അത് ആ ഒരു കാരുണ്യത്തെ നമ്മൾ അംഗീകരിക്കാതിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളെ വധിക്കാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ ആത്മഹത്യ ചെയ്യുന്നതൊക്കെ അത്രയും മോശപ്പെട്ട കാര്യമാവുന്നത്. കാരണം അള്ളാഹു നമുക്ക് നമ്മളെ സൃഷ്ടിച്ചു എന്ന അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ നിഷേധിക്കുന്നതിന് സ്വഭാവമാണുള്ളത്. റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിച്ച അടിമകളോട് ഇഹലോകത്തും പരലോകത്തും അതീവ കാരുണ്യം കാണിക്കുന്നവൻ എന്നാണ് അർത്ഥം. തസ്ദീഖ്, വിശ്വാസ സ്ഥിരീകരണം, തത്മഇനീനിയത്ത്, അതായത് നമുക്ക് സമാധാനം ഉണ്ടാകുന്ന അവസ്ഥ, മാരിഫത്ത്, സ്നേഹം, ഇൽമ്, അമല്, അതുപോലെ തന്നെ ഹൃദയശുദ്ധി, അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് പൂർണ്ണമായ മുക്തി എന്നിവയാകുന്ന സ്വർഗം നൽകിക്കൊണ്ടുള്ള കാരുണ്യമാണത്. അതായത് നമ്മൾ ദുനിയാവിൽ നമ്മൾ അള്ളാഹിലേക്ക് മടങ്ങുമ്പോൾ നമുക്ക് ഹൃദയത്തിൽ അള്ളാഹിൻ്റെ വിഷയത്തിലുള്ള ഉറപ്പുണ്ടാവും, നമ്മൾ ഹൃദയത്തിൽ മനസമാധാനം ഉണ്ടാവും, മാരിഫത്ത് ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും, അറിവുണ്ടാവും, അമലുകളുണ്ടാവും, ഹൃദയശുദ്ധി ഉണ്ടാവും, അല്ലാത്ത എല്ലാത്തിനും ഒഴിവാകുന്നൊരവസ്ഥ ഉണ്ടാവും. ഇതൊക്കെ ഒരു സ്വർഗ്ഗമാണ്, ഒരു മാനവീയായ സ്വർഗം. ഈ സ്വർഗം അള്ളാഹു ഭൂമിയിൽ തന്നെ നമുക്ക് തരും. അത് പൊതുവായി എല്ലാവർക്കും കൊടുക്കുന്നതല്ല, അത് പ്രത്യേകമായ അള്ളാഹിൻ്റെ അടിമകൾക്ക് അള്ളാഹ് കൊടുക്കുന്നത്, അതാണ് റഹീം. അപ്പോൾ പൊതുവായ ആളുകൾക്ക് ഭിന്നമായി അള്ളാഹിലേക്ക് മടങ്ങിയ ആളുകൾക്ക് ഈ ലോകത്ത് കൊടുക്കുന്ന വിശ്വാസത്തിലുള്ള ഉറപ്പും മാരിഫത്തും ഹുബ്ബും ഇൽമും അമലും ഹൃദയശുദ്ധിയും അങ്ങനെ തുടങ്ങി എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഈ റഹീം എന്നുള്ള പരിധിയിൽ വരുന്നതാണ്. എന്നാൽ കൂടാതെ തൻ്റെ ഔദാര്യം കൊണ്ട് ഇരുലോകത്തും നൽകുന്ന പ്രതിഫലമാകുന്ന സ്വർഗവും ഇതിൽപ്പെടുന്നു. അതുപോലെ ദുനിയാവിൽ തന്നെ ചിലപ്പോൾ അള്ളാഹിൻ്റെ അടിമകൾക്ക് പ്രതിഫലമായി ബാഹ്യമായ പ്രതിഫലം നൽകിയെന്ന് വരാം. ഇപ്പം എന്തെങ്കിലും വസ്തു കൊടുത്തു വരാം, ദ്വാക്ക് അള്ളാഹു ഉത്തരം നൽകിയെന്ന് വരാം, ബാഹ്യമായിട്ട് തന്നെ. പരലോകത്ത് അതിനേക്കാൾ വലുതും അള്ളാഹു നൽകിയെന്ന് വരാം. അപ്പോൾ ഇതൊക്കെ ഈ റഹീം എന്നുള്ള വിശേഷണത്തിൽപ്പെടുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ റഹ്മാൻ എന്നതും അതിൻ്റേതായ തലത്തിൽ വിശാലമാണ്, റഹീം എന്നതും അതിൻ്റേതായ തലത്തിൽ വിശാലമാണ്. രണ്ടും വിശാലമായ നാമങ്ങളാണ്. ഒന്ന് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, റഹ്മാൻ എന്ന് പറയുന്നത് മൊത്തം വിശാലമായ റഹ്മത്തും റഹീം എന്ന് പറഞ്ഞാൽ പരിമിതപ്പെട്ട ഒരു പ്രത്യേകമായ റഹ്മത്തുമാണെന്ന് പറയുന്നു.
എന്നാൽ ശൈഖുകൾ ഇവിടെ പറയുന്നത് രണ്ടും വിശാലമായ റഹ്മത്ത് തന്നെയാണ്. ഒന്ന് എല്ലാ മനുഷ്യന്മാരും എല്ലാ ജീവികളും ഉണ്ടായി എന്ന കാരണം കൊണ്ടുണ്ടാകുന്ന റഹ്മത്ത്. രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അടിമകൾക്ക് അള്ളാഹുലേക്ക് മടങ്ങിയത് കൊണ്ട് അള്ളാഹു കൊടുക്കുന്ന പ്രത്യേകമായ റഹ്മത്തുകൾ. ഇതൊക്കെ രണ്ടും വിശാലമാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്. അള്ളാഹുവിൻ്റെ അറിവിൽ, ബിസ്മിയുടെ അർത്ഥം പറയുന്നത് കേട്ടോ, അള്ളാഹുവിൻ്റെ അറിവിൽ എൻ്റെ മേൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും ഉന്നതമായ ആ നാമത്തിൻ്റെ ബർക്കത്ത് കൊണ്ടല്ലാതെ ഞാൻ നിസ്കാരത്തിലെ കർമ്മങ്ങൾ കൊണ്ട് ചലിക്കുകയോ അതിലെ ആത്മീയ വെളിപാടുകൾ കൊണ്ട് തജല്ലികൾ കൊണ്ട് അടങ്ങിയിരിക്കുകയോ അതിനുവേണ്ടി നിസ്കാരത്തിന് വേണ്ടി ചെയ്യുകയോ ചെയ്യുന്നില്ല. അത് സർവ്വചരാചരങ്ങൾക്കും അസ്തിത്വം നൽകിയ അള്ളാഹുവിൻ്റെ നാമമാണ്. തൻ്റെ മാരിഫത്ത് നൽകിക്കൊണ്ട് സത്യവിശ്വാസികളുടെ ഹൃദയങ്ങളോടും തൻ്റെ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് ലോകത്തും പരലോകത്തും അവരുടെ ശരീരങ്ങളോടും കാരുണ്യം കാണിക്കുന്നവനാണ് അവൻ. അപ്പോൾ ഇതാണ് ഈ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയുന്ന ആ വാക്യത്തിൻ്റെ ആയത്തിൻ്റെ രത്നച്ചുരുക്കം. ആത്മീയമായ മാനയിൽ പറയുകയാണെങ്കിൽ ബിസ്മില്ലാ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ആ നാമം, എന്ത് നാമം, ആ നാമം കൊണ്ടല്ലാതെ ഞാൻ ചലിക്കുന്നില്ല, ഞാൻ അടങ്ങുന്നില്ല. ആ നാമം കൊണ്ടല്ലാതെ എനിക്ക് ആത്മീയമായ വെളിപാടുകളും കിട്ടുന്നില്ല. ആ നാമം കൊണ്ടല്ലാതെ എനിക്ക് നിസ്കരിക്കാൻ പോലും പറ്റൂല. ആ നാമം കൊണ്ട്. പിന്നെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? റഹ്മാൻ എന്ന് പറയുന്നത് സർവ്വചരാചരങ്ങൾക്കും അസ്തിത്വം നൽകിക്കൊണ്ടുള്ള അള്ളാഹിൻ്റെ നാമമാണ്. അതിൻ്റെ പുറമെ അള്ളാഹു മാരിഫത്ത് നൽകിയിട്ടുണ്ട്, ഈമാൻ നൽകിയിട്ടുണ്ട്, ഹുബ്ബ് നൽകിയിട്ടുണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വേറെയും നൽകിയിട്ടുണ്ട്. അതൊക്കെ റഹീം എന്നുള്ളതിൽ ഉൾപ്പെടുന്നതാണ്. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. ചുരുക്കത്തിൽ ബിസ്മി ചൊല്ലുന്നതിൽ മഹത്തായ ഒരു ആരാധന ഉൾക്കൊള്ളുന്നുണ്ട്. അള്ളാഹു അല്ലാതെ എല്ലാത്തിൽ നിന്നും ഒഴിവാകുക എന്നതാണത്. ഇനി അതിനാൽ ബിസ്മിയെ നിർത്താതെ അൽഹംദുലില്ലാഹി എന്നതിലേക്ക് ഹംസയുമായി ചേർത്ത് പാരായണം ചെയ്യണം. അപ്പോൾ നമ്മൾ ബിസ്മി സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളൊക്കെ പ്രത്യേകം പഠിപ്പിച്ചതാണ്. ഹദീസുകളിൽ അതിന് തെളിവുണ്ട്. എന്താണ് നമ്മൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പോകുന്നതിന് പകരം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതണം. അതിലൊരുപാട് പ്രതിഫലങ്ങൾ അടങ്ങിയിട്ടുണ്ട് അങ്ങനെ ചൊല്ലുന്നതിൽ. ഇൻഷാ അല്ലാഹ് അതിനൊരു അതുമായിട്ട് ബന്ധപ്പെട്ട ഹദീസുണ്ട്. ഇൻഷാ അല്ലാഹ് പറ്റുമെങ്കിൽ ഞാൻ ഒരുപാട് സമയത്ത് അയച്ചു തരാം. അപ്പോൾ അത് വലിയ കാര്യം. അതുകൊണ്ട് അതിലേക്ക് ചേർത്തിട്ട് തന്നെ ഓതാവോ. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സെപ്പറേറ്റ് ഓതരുത്. നമ്മൾ അറിയാതെ ഓതിപ്പോയാൽ കുഴപ്പമില്ല. പക്ഷെ എന്നാലും പരമാവധി നമ്മൾ ശ്രമിക്കണം. അതിനെ രണ്ട് കൂട്ടി ഓതാൻ. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതിൻ്റെ അർത്ഥം ഇതാണ്. സത്തപരമായ ദാത്യപരമായ പൂർണ്ണത മുഴുവനും അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അവൻ അല്ലാത്തവർക്കല്ല. അതിനാൽ മഹത്തായതായി കണക്കാക്കപ്പെടുന്നതെല്ലാം അള്ളാഹുവിന് മാത്രമുള്ളതാണ്, മറ്റാർക്കുമല്ല. അൽഹംദു എന്നതിലെ അലിഫും ലാമും നിശ്ചയമായ ഒന്നിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാകുന്നു. ഇവിടെ നിശ്ചയമായ കാര്യമെന്നത് അള്ളാഹു അവൻ്റെ സത്തയെ കൊണ്ട് അവനെ തന്നെ സ്തുതിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ മഹത്വത്തിന് അനുയോജ്യമായ രീതിയിൽ അവനെ സ്തുതിക്കാൻ സൃഷ്ടികൾക്കെല്ലാം കഴിവില്ലെന്ന് അവൻ മനസ്സിലാക്കിയപ്പോൾ അവൻ തന്നെ അതിലൂടെ തന്നെ സ്തുതിക്കുകയും അതുപയോഗിച്ച് അവനെ സ്തുതിക്കാൻ നമ്മോട് കൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അൽഹംദുലില്ലാ, അള്ളാഹിനെ സ്തുതിക്കേണ്ടതായിട്ടുണ്ട്. അവനല്ലാതെ സ്തുതിക്കപ്പെടേണ്ടതായിട്ട് വേറെ ആരും ഇല്ലല്ലോ. പക്ഷെ നമുക്ക് ആ സ്തുതിക്കാൻ കഴിയൂല എന്ന കാരണം കൊണ്ട് അള്ളാഹിനെ സ്തുതിച്ചു തന്ന അതിലൂടെ നമ്മൾ സ്തുതിക്കാൻ വേണ്ടി. അപ്പോൾ അള്ളാഹ് സ്തുതിച്ചത് നമുക്ക് സ്തുതിക്കാൻ വേണ്ടി അള്ളാഹ് വെച്ച് തന്നത് അവിടെ അൽഹംദുന്ന്. നമുക്ക് ഉപയോഗിച്ച് അത് അള്ളാഹ് പറഞ്ഞത് ഉപയോഗിച്ച് സ്തുതിക്കാൻ വേണ്ടി. അതിൻ്റെ അർത്ഥം ഇതാണ്. അള്ളാഹു അവനെ തന്നെ സ്തുതിച്ചതിന് സമാനമായി ഞാനും അവനെ സ്തുതിക്കുന്നു. അതായത് അള്ളാഹുവിന് പകരമായി അവനെ സ്തുതിക്കുന്ന അവൻ്റെ തന്നെ വചനങ്ങൾ ഞാൻ പാരായണം ചെയ്യുന്നു. അത് അള്ളാഹു അവനെ സ്തുതിച്ചതിന് സമാനമായി ഞാൻ സ്തുതിക്കുന്നു. അവന് പകരമായി അവനെ സ്തുതിക്കുന്ന അവൻ്റെ തന്നെ വചനങ്ങൾ ഞാൻ പാരായണം ചെയ്യുന്നു. എനിക്ക് അറിയാവുന്നതും അറിയാത്തതുമായ പ്രത്യക്ഷവും പരോക്ഷവുമായ അവൻ്റെ അനുഗ്രഹങ്ങൾക്കുള്ള ബാധ്യതകൾ നിറവേറ്റുന്നതിൽ എനിക്ക് പകരക്കാരനാകാൻ ഞാൻ അവനോട് തന്നെ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അതായത് അൽഹംദു എന്ന് പറയുമ്പോൾ അള്ളാഹ് സ്തുതിച്ചതിന് സമാനമായി സ്തുതിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഉള്ളിൽ പ്രാർത്ഥനയും കൂടിയുണ്ട്. കാരണം ഏറ്റവും വലിയ ദുആ ഹംദാണ്. അതിനെന്താണ് പ്രാർത്ഥന? അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ, പ്രത്യക്ഷവും പരോക്ഷവും അറിയുന്നതും അറിയാത്തതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി ചെയ്യാൻ എനിക്ക് സാധിക്കണേ എന്നൊരു ദുആ കൂടി എൻ്റെ ഉള്ളിൽ ഉൾപ്പെടുന്നുണ്ട്.
നബിമാർ, മലക്കുകൾ, സത്യവിശ്വാസികൾ തുടങ്ങി ഏതെങ്കിലും തരത്തിലുള്ള പൂർണ്ണതയുള്ള ഏതൊരാൾക്കും അത് ലഭിച്ചത് തൻ്റെ റബ്ബിൻ്റെ സന്നിധിയിൽ നിന്നും അവരിലേക്ക് ചൊരിയപ്പെട്ട പൂർണ്ണത മാത്രമാണ്. മറ്റ് സൃഷ്ടികളായ മഹത്തുക്കൾക്കൊക്കെ അള്ളാഹു എന്തെങ്കിലും ഒരു പൂർണ്ണത കൊടുത്തിട്ടുണ്ടെന്ന് അത് അള്ളാഹിൻ്റെ ഭാഗത്തുനിന്ന് വന്ന അള്ളാഹു അവർക്ക് ചൊരിഞ്ഞു കൊടുത്തതാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ സത്ത അള്ളാഹിൻ്റെ അടുക്കൽ മാത്രമാണ്. അത് അവൻ്റെ രക്ഷിതാവ് അവന് വേണ്ടി പുതുതായി ഉണ്ടാക്കിയ ഒരു പൂർണ്ണത മാത്രമാണ്. സത്താപരമായ അതായത് ആത്തിയായ സ്തുതി മറ്റാർക്കും അതിൽ ആർക്കും പങ്കുകാരനില്ല. അതായത് അള്ളാഹു ഹംദ് എന്ന് പറയുന്ന അവസ്ഥ അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ്. ശരിക്കും അതിനാർക്കും പങ്ക് ചേരാൻ പറ്റൂല. പക്ഷെ ബാക്കിയുള്ളവർ പങ്ക് ചേരുന്നത് എങ്ങനെയാണ്? അത് ഒരു മജാസിയായിട്ടാണ്, ആലങ്കാരികമായിട്ടാണ് അള്ളാഹ് നൽകിയത്. അതിന് ഉദാഹരണം പറയുന്നു. അതിനാൽ പൂർണ്ണതകൾ മുഴുവൻ അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അവൻ്റെ അടിമകൾ ഏതെങ്കിലും പൂർണ്ണത നമുക്ക് വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരികെ നൽകേണ്ട ഒന്നെന്ന നിലക്ക് അവൻ ഔദാര്യം കൊണ്ട് മാത്രം നൽകപ്പെട്ടതാണ്. അപ്പം അള്ളാഹിൻ്റെതാണ് അതൊക്കെ. അള്ളാഹ് തിരികെ നൽകാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചതാണ്. അതുപോലെ അത് അവരുടെ സ്വന്തമല്ല. കൂടാതെ അൽഹംദു എന്നതിലെ ദാൽ എന്ന അക്ഷരത്തിന് 3 തരത്തിലുള്ള വായനകളുണ്ട്. ദമ്മ്, ഫത്ഹ്, കസ്ർ. ഇതൊക്കെ അതിന് കുറച്ചും കൂടി ഒരു ആയത്തിലേക്ക് നൽകിയുള്ള ചർച്ചകളാണ്. റബ്ബിൽ ആലമീൻ. റബ്ബ് എന്നാൽ തൻ്റെ അടിമകളുടെ കാര്യത്തിൽ ഘട്ടം ഘട്ടമായി ഏറ്റെടുത്ത് നടത്തുന്ന സംരക്ഷകനും പരിപാലകനുമാണ് എന്നാണ്. അടിമകൾക്ക് അവർക്ക് ആവശ്യമായ രൂപത്തിൽ, ആവശ്യമായ രീതിയിൽ, ആവശ്യമായതൊക്കെ ഘട്ടം ഘട്ടമായി പതിയെ കൊടുത്ത് പോറ്റി പരിപാലിക്കുന്നുവെന്നാണ് റബ്ബ് എന്നർത്ഥം. വ്യാകരണമായി അതൊരു ബദലോ അല്ലെങ്കിൽ നാത്തോ ആവാം, വിശേഷണമോ ആവാം. അല്ല ആലമീൻ അള്ളാഹു അല്ലാത്ത എല്ലാ സൃഷ്ടികളും എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആലം എന്ന് പറഞ്ഞാൽ അള്ളല്ലാത്തല്ല. അവനാണ് ചലിപ്പിക്കുന്നതും അടക്കി നിർത്തുന്നതും അസ്തിത്വങ്ങളെയും അതിൻ്റെ ഗുണവിശേഷങ്ങളെയും സൃഷ്ടിച്ചവനും. അൽഹംദ് മഹത്വപ്പെടുന്നതിൻ്റെയും ആദരിക്കുന്നതിൻ്റെയും ഭാഗമായി നാവ് കൊണ്ട് സ്തുതിക്കുക എന്നാണ് അൽഹംദ് എന്നതിൻ്റെ അർത്ഥം. അതിന് ഒരു അനുഗ്രഹത്തിന് പകരമായിട്ടാണെങ്കിലും അല്ലെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ അൽഹംദ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു അനുഗ്രഹം കിട്ടണമെന്നില്ല. അനുഗ്രഹം കിട്ടുകയാണെങ്കിലും അല്ലെങ്കിലും സ്തുതിക്കപ്പെടണം. അള്ളാഹു അനുഗ്രഹം തന്നിട്ടില്ലെങ്കിൽ സ്തുതിക്കപ്പെടാൻ അർഹനാണ്. അതാണ് അള്ളാഹിൻ്റെ അവസ്ഥ. അതിന് അള്ളാഹുവിൽ നിന്ന് സ്തുതി അനാദിയായതാണ്, തുടക്കമില്ലാത്തതാണ്. അവനല്ലാത്തവയിൽ നിന്നുള്ള സ്തുതികൾ പുതുതായി ഉണ്ടായതുമാണ്. അപ്പം അള്ളാഹു അൽഹംദു എന്ന് പറഞ്ഞാൽ, അൽഹംദുലില്ലാ എന്നുള്ള പറഞ്ഞാൽ അത് സൃഷ്ടിപ്പിന് മുമ്പേ ഉള്ളൊരവസ്ഥയിലുള്ള ഹംദാണ്. എന്നാൽ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടിക്കപ്പെട്ട ഹംദാണ്. അവനല്ലാത്തവരിൽ നിന്ന് സ്തുതികൾ പുതുതായി ഉണ്ടായതുമാണ്. അത് പ്രാർത്ഥനകളുടെ നേതാവും അനുഗ്രഹങ്ങളെ ബന്ധിച്ച് നിർത്തുന്നതുമാണ്. അത് അള്ളാഹുവിൽ നിന്നുള്ളതുമാണ്. അർ-റഹ്മാൻ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ ലോകരക്ഷിതാവ്. മാലിക് യൗമിദ്ദീൻ. ഇഹലോകത്തും പരലോകത്തുമുള്ള സൃഷ്ടികളുടെ അസ്തിത്വങ്ങളെയും അവയുടെ ഗുണവിശേഷങ്ങളുടെയും ഉടമസ്ഥൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. പ്രതിഫല നാളിനെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം അന്നേ ദിവസം ആധിപത്യം തനിക്കാണെന്ന് വാദിക്കാൻ മറ്റാരും ഉണ്ടാവില്ല എന്നതുകൊണ്ടാണ്. ഖിയാമത്ത് നാളിൻ്റെ മലിക്ക് എന്ന് പറയാൻ കാരണം എന്താ? രാജാവ് എന്ന് പറയാൻ കാരണം എന്താ? ശരിക്കും എല്ലാത്തിൻ്റെ രാജാവ് അല്ലാഹു സുബ്ഹാനഹു തആല തന്നെയാണ്. ഖിയാമത്ത് നാളിൻ്റെ രാജാവ് എന്ന് പറയുന്നത് എന്താ? അന്ന് ഇതിന് അവകാശം പറയാൻ ആരും ഉണ്ടാവില്ല എന്നർത്ഥത്തിൽ. ഇസ്മുൽ ആദം ഇതുമായിട്ട് ഈ ആയത്തുകളുമായി ചേർന്ന് നിൽക്കുന്നതാണെന്ന് ഹദീസുകളിലൊക്കെ ഉണ്ട്. അപ്പം മാലിക് യൗമിദ്ദീൻ എന്ന് പറയുന്നത് ഖിയാമത്ത് നാളിലേക്ക് ചേർത്ത് പറഞ്ഞത് അവിടെ ഒരാൾക്കത് വാദിക്കാൻ പോലും പറ്റൂല എന്ന കാരണം കൊണ്ടാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു തന്നെയാണ് ദുനിയാവിലും ആഖിറത്തിലൊക്കെ രാജാവായവൻ. ആധിപത്യം അവന് മാത്രമാണ്. ആധിപത്യം 2 വിധമുണ്ട്. അള്ളാഹുവിന് മാത്രമുള്ള യഥാർത്ഥ ആധിപത്യവും അള്ളാഹു അല്ലാത്തവർക്ക് ഉപയോഗിക്കുന്നതിനും ഉപകാരമെടുക്കുന്നതിനും മാത്രമായി നൽകപ്പെട്ട ആലങ്കാരികമായ ആധിപത്യവും. ഇവിടെ ഒരാൾക്ക് അധികാരം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു യഥാർത്ഥത്തിലുള്ള അധികാരമുണ്ട്. അത് അള്ളാഹു മാത്രമല്ല. എന്നാൽ അള്ളാഹു മജാസിയായി ആലങ്കാരികമായി ചിലർക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കുന്ന അധികാരമുണ്ട്. അതാണ് അത് നമുക്ക് സൃഷ്ടികൾക്ക് ഒരു വാപ്പക്ക്, ഉമ്മക്ക്, ഭർത്താവിന്, രാജാവിന്, അങ്ങനെയുള്ള ഓരോ ആളുകൾക്കുമുള്ള അധികാരം അത് ആലങ്കാരികമായ അധികാരം. ലോകത്ത് നമുക്ക് ഉടമസ്ഥതയിലാണെന്ന് അള്ളാഹു പേര് നൽകിയ കാര്യങ്ങളെല്ലാം ഒരാൾ ഒരു അടിമയെ സ്വന്തമാക്കുകയും തൻ്റെ ചില അനുഗ്രഹങ്ങൾ അവന് വിട്ടുകൊടുത്ത് ഇത് നിനക്കുള്ളതാണ് എന്ന് പറയുകയും ചെയ്യുന്നത് പോലെയാണ്. ഞാനൊരു അടിമനെ സ്വന്തമാക്കി,
എന്നിട്ട് എൻ്റെ ചില സാധനങ്ങൾ അവന് കൊടുത്തു. എന്നിട്ട് പറയാം ഇത് എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ, അവൻ്റെതാണ് സ്വന്തം എന്നുള്ളതല്ല അത്, അവന് ഞാൻ നോക്കാൻ ഏൽപ്പിച്ചു എന്ന് അതിൻ്റെ അർത്ഥം. ചില ആണെങ്കിൽ അവന് കൊടുത്തു ഇത് നിനക്കുള്ളതാണെന്ന് പറയുകയും ചെയ്യുന്നത് പോലെയാണ്. അപ്പോൾ ആ അടിമ ഇതിൻ്റേതാണ് എന്ന് പറയുന്നു, എന്നാൽ അവനത് ഉപയോഗിക്കാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. ആ നൽകപ്പെട്ട വസ്തുവിൻ്റെ യഥാർത്ഥ ഉടമസ്ഥാവകാശം ആ യജമാനന് തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെയുള്ള ഒന്നിൻ്റെ അവകാശം നമുക്കില്ല. ഇവൻ നമ്മളുടെ ശരീരത്തിൻ്റെ പോലെ അവകാശം നമ്മളതല്ല, അതൊക്കെ അള്ളാൻ്റെ ആണ്. നമ്മൾ ഉപയോഗിക്കാൻ ഏൽപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതെൻ്റെ ഭൂമി, ഇതെൻ്റെ പൈസ, ഇതെൻ്റെ എൻ്റെ എന്ന് പറയുന്നതിൽ നമ്മൾ സൂക്ഷിക്കണം. ഒരു പരിധിയെ വെച്ചിട്ട് പറയാവും. കാരണം ഇതൊന്നും നമ്മളുടേതല്ല യഥാർത്ഥത്തിൽ. അതൊക്കെ അള്ളാഹ് നമ്മളെ ഏൽപ്പിച്ചു നോക്കാൻ, അത്രയേ ഉള്ളൂ. അള്ളാഹുവാണ് എല്ലാ സൃഷ്ടികളുടെയും രക്ഷിതാവ് എന്ന് നീ മനസ്സിലാക്കിയാൽ അവൻ അവരോട് അങ്ങേയറ്റം കാരുണ്യം കാണിക്കുന്നവനാണെന്നും വ്യക്തമായ ഹക്കായ രാജാവ് അവനാണെന്നും അവനല്ലാത്തതെല്ലാം അവൻ്റെ ഉടമസ്ഥതയിലുള്ളതും അവൻ്റെ ആധിപത്യത്തിൻ്റെ പിടിയിൽ അമർന്നതുമാണെന്നും നിനക്ക് ബോധ്യമായാൽ ബുദ്ധിപരമായും ചിന്താപരമായും അവനല്ലാത്ത മറ്റാരും ആരാധിക്കപ്പെടാൻ അർഹനില്ലെന്ന് നിനക്ക് വ്യക്തമാവും. അപ്പോൾ നമുക്ക് ഈ ഒരു ഘട്ടത്തിലാണ് ഹക്കായ അവന് മാത്രം അധികാരമുള്ളൂ, അവനല്ലാതെ ഒരുവനും ഒന്നിൻ്റെ ഉടമസ്ഥതയില്ല, ഒന്നിൻ്റെ മുകളിൽ അവനല്ലാതെ ഒരു ആധിപത്യമില്ല എന്ന് മനസ്സിലായാൽ ആരാധിക്കപ്പെടാൻ അവന് മാത്രമേ അർഹനുള്ളൂ നിനക്ക് മനസ്സിലാവും. അവനെയല്ലാതെ മറ്റാരെയും ലക്ഷ്യം വെക്കാൻ പാടില്ലെന്ന് നിനക്ക് ബോധ്യപ്പെടും. അതിനാൽ അവൻ്റെ മഹത്വവും ഭംഗിയും ഉടമസ്ഥാവകാശവും നീ മനസ്സിൽ കൊണ്ടുവരിക. നിൻ്റെ നോട്ടം അവനിൽ മാത്രം പരിമിതിപ്പെടുത്തുക. അങ്ങനെ അവൻ്റെ സന്നിധിയിൽ നിന്ന് മറ്റൊന്നിലേക്കും നീ തിരിഞ്ഞു നോക്കാതിരിക്കുക. അവൻ്റെ യജമാനത്വം ആവശ്യപ്പെടുന്ന അവകാശങ്ങൾ നിറവേറ്റിക്കൊണ്ട് നീ അടിമത്തത്തിൻ്റെ കടമകളിൽ നിലകൊള്ളുക. അപ്പോൾ നമ്മളൊരു മുറാക്കബയിലായി നിലനിൽക്കണം. മുറാക്കബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അവൻ്റെ അധീനതയിലാണ്, എല്ലാത്തിലൂടെയും പ്രവർത്തിക്കുന്ന അവനാണ്, അവൻ്റെ പ്രവർത്തനങ്ങളും അവൻ്റെ വെളിപാടുകളും അല്ലാതെ ഒന്നും ഇവിടെ ഇല്ല. ആ ഒരവസ്ഥയിലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ആ മുറാക്കബയ്ക്ക് ശേഷം അവനെ ദർശിക്കുക എന്ന അനുഭവം നീ നേടിയെടുക്കണം. അങ്ങനെ നോക്കുമ്പോൾ എല്ലാത്തിൻ്റെ പ്രവർത്തനത്തിന് പിന്നിൽ അവനാണെന്ന് വരുമ്പോൾ ആ ഒരു അവസ്ഥയിൽ അവനിലേക്ക് നോക്കുമ്പോൾ പിന്നെ അവനല്ലാതെ നമ്മളൊന്നും കാണിയില്ല. അത് നമ്മൾ അവനിലേക്കുള്ള കാഴ്ചയിലേക്ക് എത്തിക്കുകയും ചെയ്യും. നിൻ്റെ സ്വന്തം ശരീരത്തിലും മറ്റെല്ലാ വസ്തുക്കളിലും അവനെ ദർശിക്കുക. അങ്ങനെ പ്രത്യക്ഷമായ പരോക്ഷമായ അവനല്ലാതെ മറ്റാരും നീ കാണാതിരിക്കുക. അപ്പോൾ നിൻ്റെ സ്വന്തം ശരീരത്തിലാവട്ടെ പുറത്താവട്ടെ ഒന്നിലും അവനല്ലാതെ ഒന്നിനെയും കാണാൻ പറ്റാതിരിക്കുക. ബാഹ്യമായോ ആന്തരികമായോ അവനല്ലാതെ ഒന്നും ഇവിടെ ഇല്ല എന്ന് തോന്നുന്നൊരവസ്ഥ ഉണ്ടാവുക. എന്നിട്ട് നിൻ്റെ സർവസ്വം അർപ്പിച്ചുകൊണ്ട് നീ പറയുക ഇയ്യാക നഅ്ബുദു. ആ ഒരു ഘട്ടത്തിലാണ് നീ പറഞ്ഞത് ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു. നിന്നെ മാത്രം ആരാധിക്കുന്നു പറഞ്ഞാൽ ഇവിടെ വേറെ എന്തൊക്കെയുണ്ട്, എന്നിട്ട് ഞാൻ നിന്നെ ആരാധിക്കുന്നു എന്നല്ല. ഞാൻ ഇവിടെ ഒന്നിനെയും കാണുന്നില്ല, എൻ്റെ ഉള്ളും പുറവും നീയല്ലാതെ ഒന്നിനും എനിക്ക് അനുഭവപ്പെടുന്നില്ല. ആ ഒരു ഘട്ടത്തിൽ ഇയ്യാക നഅ്ബുദു, ഞാൻ നിന്നെ മാത്രം ആരാധിക്കുന്നു എന്ന് പറയലാണ്. ഇതൊരു ആരിഫീങ്ങളെ മാനയിൽ നിന്ന് പറയലാണ് കേട്ടോ. ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഇതിനെ വിശദീകരിക്കുന്ന മറ്റൊരു സ്ഥലത്ത് പറയുന്നത് കാണാം. ബാഹ്യമായി നോക്കുമ്പോൾ ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ ശരീഅത്തിൻ്റെ അർത്ഥത്തിലുള്ള ഒരു ആരാധനയാണ്. ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്വരീഖത്തിൻ്റെ ആളുകളുടെ അവസ്ഥയാണ്. എന്നാൽ ഹക്കീക്കത്തിൻ്റെ ആളുകൾക്ക് വാക്കുകളില്ല, അതുകൊണ്ട് അവിടെ അത് പറഞ്ഞിട്ടില്ല എന്ന്. മാരിഫത്താണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. അപ്പം ഇവിടെ ഒരു ആരിഫീങ്ങളെ തലത്തിൽ അതിന് പറയുമ്പോൾ ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ അതല്ലാത്ത ഒന്നിനെയും കാണാത്തൊരവസ്ഥയിൽ, അള്ളാഹ് പ്രത്യക്ഷമായ പരോക്ഷമായോ അവനല്ലാത്ത ഒന്നിനെയും നമ്മൾ കാണാത്ത അവസ്ഥയിൽ അവർ പറയുന്നതാണ് നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു. അതായത് നിന്നെ അല്ലാതെ ഞങ്ങൾ ആരാധിക്കുകയില്ല. ഇവിടെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിച്ച കാഫ്, അതായത് ഇയ്യാക എന്ന് പറഞ്ഞ ഇയ്യാക നിന്നെ എന്ന് പറഞ്ഞല്ലോ എന്ന അക്ഷരത്തിൻ്റെ അർത്ഥം മനസ്സിൽ ഓർത്തുകൊണ്ടായിരിക്കണം അത് പറയേണ്ടത്. അപ്പോൾ ഇയ്യാക നഅ്ബുദു എന്ന് പറയണ്ടല്ലോ, ഇയ്യാക നിന്നെ. നീ എന്ന് പറയുമ്പോൾ ആൾ എന്തായിരിക്കും മുമ്പിലുണ്ടാവണ്ടേ. ഇയ്യാക എന്ന് പറഞ്ഞാൽ നമ്മൾ അത്തഹിയാത്തിൽ പറഞ്ഞ അസ്സലാമു അലൈക എന്ന് പറയുമ്പോൾ അവിടെ മുമ്പിലുള്ള ഒരാളോടെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഇയ്യാക നഅ്ബുദു എന്ന് പറയുമ്പോൾ അവിടെ പറയുന്ന കാഫ്, അഭിസംബോധന ചെയ്യാൻ ഉപയോഗിച്ച കാഫ് മുമ്പിലുള്ള ഒരാളോട് പറയണ പോലെയാണ് എന്ന് അത് മനസ്സിൽ നീ കൊണ്ടുവരണം. കാരണം മുന്നിൽ ഹാജറുള്ള ഒരാളെ മാത്രമേ നേരിട്ട് അഭിസംബോധന ചെയ്യാൻ പറ്റുള്ളൂ. വഹുവ മാക്കും ഐനമാ കുന്തും അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്, നിങ്ങൾ എവിടെയാണെങ്കിൽ അവിടെ നിങ്ങളോട് കൂടെ അവനുണ്ട്. വഹുവ മാക്കും ഐനമാ കുന്തും. ആ അടിസ്ഥാനത്തിലാണ് ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു. നമ്മൾ ഉള്ളും പുറവും അവനല്ലാതെ ഒന്നിനെയും കാണുന്നില്ല. ആ ഒരു ഘട്ടത്തിൽ ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ
പിന്നെ നമ്മളെ ആ ഉള്ളും പുറവുമുള്ള അഭിസംബോധന മുഴുവൻ നമ്മൾ നേരിട്ട് അവനെ കണ്ടുകൊണ്ട് സംസാരിക്കുന്ന പോലെയാണ്. അവൻ്റെ സത്ത കൊണ്ടും അറിവ് കൊണ്ടും കഴിവ് കൊണ്ടും ഒക്കെ അവൻ നമ്മളെ കൂടെ ഉണ്ട്. വഹുവ മാക്കും അയിനമാ കൊന്തും, അവൻ്റെ ഇൽമ കൊണ്ട് കൂടെ ഉണ്ട്, കുതിരത്ത് കൊണ്ട് കൂടെ ഉണ്ട്, സാത്ത് കൊണ്ട് കൂടെ ഉണ്ട്, എല്ലാം കൊണ്ട് കൂടെ ഉണ്ട്. ഇയ്യാക്കാൻ ആബുദു എന്ന് പറയുമ്പോൾ അവനെ കണ്ടുകൊണ്ട് പറയാം ഇയ്യാക്കാൻ ആബുദു. വയ്യാക്കനസ്തായീൻ, നിന്നോട് മാത്രം ഞാൻ സഹായം തേടുന്നു. അതായത് നീ നിർബന്ധമാക്കിയ ബാധ്യതകളുടെ ഭാരം നിർവഹിക്കാൻ നിന്നിൽ നിന്നല്ലാതെ മറ്റൊരാളിൽ നിന്നും ഞാൻ സഹായം തേടുന്നില്ല. അതിനാൽ നിന്നെ അനുസരിക്കുന്നതിൽ നീ ആർക്കെങ്കിലും തൗഫീക്ക് നൽകുകയും അവനെ നീ സഹായിക്കുകയും ചെയ്താൽ ആരാധനയുടെ കാര്യങ്ങൾ അവന് എളുപ്പമുണ്ടാവുന്നതാണ്. തൗഫീക്ക് എന്ന് പറഞ്ഞ സാധനം മനസ്സിലാക്കാൻ അധികമൊന്നും വേണ്ട. ഏതെങ്കിലും ഒരു ഹൈറായ ഒരു കാര്യം ഒരാൾക്ക് ചെയ്യാൻ എളുപ്പമായാൽ അവന് തൗഫീക്ക് ഉണ്ടെന്ന് അർത്ഥം. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അവന് കടുപ്പമായാൽ അതിന് തൗഫീക്കില്ല എന്നർത്ഥം. എത്ര പേരുണ്ട് നിസ്കരിക്കാൻ തൗഫീക്കില്ലാത്തവർ. നോക്കിയാൽ ഈ 5 വക്ത് നിസ്കാരം എന്ന് പറയുന്നത് എന്തോ ഒരു കടുപ്പമായ കാര്യമാണ് ആയിട്ടാണ് അവർ കൊണ്ടുനടക്കുന്നത്. അത് ചെയ്തും കൊണ്ട് തീരൂല. എങ്ങനെയാണ് 5 വക്തൊക്കെ ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ ചിന്തിച്ചു പോകും ആൾ. അതേസമയം അതിന് തൗഫീക്കുള്ള ആൾക്കാരോ 5 വക്ത് നിസ്കാരം അവരറിയാതെ ചെയ്തു പോകുന്നൊരു കാര്യമായിരിക്കും. അവർക്കൊന്നൊരു പ്രയാസമായിട്ടേ തോന്നുന്നുണ്ടല്ലോ. 5 വക്ത് നിസ്കാരമൊക്കെ ഇത്ര പ്രയാസമുള്ള കാര്യമാണോ എന്ന് ചിന്തിക്കാം. അതുപോലെ ഔറാദുകൾ കൊണ്ടെടുക്കാൻ തൗഫീക്കുള്ള ആളെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവർക്ക് അതിൽ എളുപ്പമുണ്ടാവും. അതൊക്കെ ചെയ്യാൻ നല്ല സുഖം, എല്ലാം പെട്ടെന്ന് കഴിയണ പോലെ. അതല്ലാത്തവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ തൗഫീക്കില്ല. നമ്മൾ മറ്റ് ഇബാദത്തുകളിലും ഇൽമിലും ഹിദ്മത്തിലൊക്കെ പരിശ്രമിക്കുമ്പോൾ അതിൽ തൗഫീക്ക് ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാകുക? അത് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പം വരും. എല്ലാ സാഹചര്യങ്ങളും എളുപ്പമായി കിട്ടുക. അതിലേക്കൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാത്തിനും വഴി തുറന്ന് കിട്ടുന്ന പോലെ ഫീൽ ചെയ്യാം. ഒന്നും തടസ്സം വരുന്നില്ല. നമുക്കത് എളുപ്പമായി തോന്നുക. അതാണ് ശരിക്കും തൗഫീക്ക്. അപ്പോൾ നമുക്ക് തൗഫീക്ക് എടുത്തുകളൊക്കെ കളയപ്പെട്ടാൽ അതൊക്കെ ഭയങ്കര കടുപ്പായി തോന്നും. ഹിദ്മത്ത് ചെയ്യാൻ കടുപ്പാവും, ഇബാദത്ത് വർദ്ധിപ്പിക്കാൻ കടുപ്പാവും, ഖുർആൻ ഓതാൻ കടുപ്പാവും. 2 പേജൊക്കെ നമുക്ക് എങ്ങനെയോ തീരുന്ന പോലെ ഉണ്ടാവും. സ്വലാത്തെല്ലാം കടുപ്പാവും. എങ്ങനെ അതൊക്കെ ആൾക്കാർ 500 ചെല്ലുന്നത് ചിന്തിച്ചു പോകും. തൗഫീക്ക് നഷ്ടപ്പെടുന്നതാണ്. എങ്ങനെ തൗഫീക്ക് കിട്ടുക? അതിനാണ് നമ്മൾ മശായിഖന്മാരെ മദദ് തേടുന്നത്, അവരെ ത്വരീഖത്ത് സ്വീകരിക്കുന്നത്, അവരുടെ അടുത്തുനിന്ന് അവരെ കൂടെ ആയിട്ട് ഇങ്ങനെ നടക്കാൻ ശ്രമിക്കുന്നത്. കാരണം അവരാണ് ഈ തൗഫീക്ക് വിതരണം ചെയ്യുന്നവർ. അതിൻ്റെ ടിക്കറ്റ് അവരെടുത്താണ്. ഓരിലൂടെ നമുക്ക് തൗഫീക്ക് കിട്ടുള്ളൂ. ആ തൗഫീക്ക് കിട്ടിയാൽ എല്ലാം എളുപ്പമാവും. പിന്നെ ഒന്നും കടുപ്പല്ല. എല്ലാത്തിലും മദദ് ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനതൊരു പ്രയാസമായി തോന്നുകയില്ല. നമ്മൾ ഇതൊന്നുമില്ലാതെ എങ്ങനെ ജീവിക്കാൻ ചിന്തിച്ചു പോകും. എങ്ങനെ മനുഷ്യന്മാർ ജീവിക്കുന്നതൊന്നുമില്ലാതെ? എങ്ങനെ ദിക്റും ചെല്ലാതെ, ഖുർആൻ ഓതാതെ, നിസ്കരിക്കാതെ ആൾക്കാർക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റണത്? എങ്ങനെ ഹിദ്മത്ത് ചെയ്യാതെ ജീവിക്കാൻ പറ്റണത്? എങ്ങനെ രാവും പകലും ഒരാൾ ഖുർആൻ ഓതാതെ കഴിഞ്ഞു പോകുന്നത് എങ്ങനെയാണ്? അതവന് ചിന്തിക്കുന്നത് അങ്ങനെയാണ്. കാരണം അവന് ആ മദദ് കിട്ടിയിട്ടുണ്ട്. ശേഖന്മാർ ആ തൗഫീക്കിൻ്റെ ലൈസൻസ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അത് തൗഫീക്ക് ശേഖന്മാർ കട്ട് ചെയ്താൽ ഇതൊക്കെ പ്രയാസമാവും. പിന്നെ ഒന്നും കിട്ടില്ല. പിന്നെ എത്ര പരിശ്രമിച്ചിട്ടും കാര്യമില്ല, മുന്നോട്ട് പോകില്ല. വണ്ടി ഇങ്ങനെ ഞരങ്ങി പോലെ ഉണ്ടാവുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ ഉപേക്ഷിക്കുകയും ചെയ്യും. എന്നിട്ട് ഓരോ കാരണങ്ങൾ പറയും. എനിക്കതിങ്ങനെ ഉണ്ടായില്ല, ഇതുണ്ടായിരുന്നില്ല, ആ കാരണം, ഈ കാരണം. സംഭവം ഈ കാരണങ്ങളൊക്കെ ഉണ്ടായത് നമുക്ക് ആ ഒരു കണക്ഷൻ വിട്ടുപോയതുകൊണ്ടാണ്. ആ കണക്ഷൻ വിട്ടുപോയപ്പോൾ തൗഫീക്കും വിട്ടുപോയി. തൗഫീക്ക് വിട്ടുപോയപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല. ആ കണക്ഷൻ നമുക്കുണ്ടെങ്കിൽ ഈ സാഹചര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പമായി കിട്ടും. നമ്മൾ കണക്ഷൻ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ടത്. നമ്മൾ ഏത് കർമ്മം ചെയ്യണം ആ കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ തൗഫീക്ക് എന്ന് പറഞ്ഞാൽ അതാണ്. അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നു ഇയ്യാക നസ്തഈൻ എന്ന് ചോദിക്കുമ്പോൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള തൗഫീക്ക് നമുക്ക് നൽകണേ. അതിനാൽ നിന്നെ അനുസരിക്കുന്ന നീ ആർക്കെങ്കിലും തൗഫീക്ക് നൽകുകയും അവനെ നീ സഹായിക്കുകയും ചെയ്താൽ ആരാധനയുടെ കാര്യത്തിൽ അവൻ എളുപ്പമാകുന്നതാണ്. എന്നാൽ നീ തൗഫീക്ക് നൽകാത്തവൻ കർമ്മശൂന്യതയുടെ മരുഭൂമിയിൽ നഷ്ടപ്പെട്ടവനായി മാറുന്നു. അതിനാൽ ഇയ്യാക നഅ്ബുദു എന്നത് അള്ളാഹുവിനേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്ന മുരീദന്മാരുടെ ഓഹരിയാണ്. ഇയ്യാക നസ്തഈൻ എന്നത് അള്ളാഹുവിനെ അറിഞ്ഞ ആരിഫീങ്ങളുടെ പദവിയാണ്. ഇത് മഹാനവകളുടെ വ്യാഖ്യാനാണ്. ഇയ്യാക നഅ്ബുദു എന്ന മുരീദന്മാർ പറയുന്നതാണ്. ഇയ്യാക നസ്തഈൻ എന്ന ആരിഫീങ്ങൾക്കാണ് തൗഫീക്ക് ആവശ്യം. അപ്പോൾ ഇതിനൊക്കെ ചെയ്യാൻ തൗഫീക്ക് വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവർ അതിലൊക്കെ അള്ളാഹിനെ കണ്ടെത്തുന്നതുകൊണ്ടാണ്. മുരീദന്മാർ ഇതൊന്നുമില്ല, അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പിക്കുന്നവരാണ്. അള്ളാഹുവിലേക്ക് സാമീപ്യം സിദ്ധിച്ച മുഖറബീങ്ങളുടെ രീതിയിലുള്ള ഇയ്യാക നഅ്ബുദു എന്നതിന് വ്യാഖ്യാനപ്രകാരമാണ്. ഇനിയിപ്പോൾ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതിൻ്റെ അർത്ഥം നിൻ്റെ കഴിവ് കൊണ്ടാണ് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നത് എന്നാണ്.
ഇയ്യാക നഅ്ബുദു, നിൻ്റെ കഴിവ് കൊണ്ടാണ് നിന്നെ ആരാധിക്കുന്നത്. നമ്മൾ നിന്നെ മാത്രമാണ് ആരാധിക്കുന്നതെന്ന് മുരീദന്മാർ പറയുമ്പോൾ അള്ളാൻ്റെ ആരിഫ്യങ്ങൾ പറയും നിൻ്റെ കഴിവ് കൊണ്ട് മാത്രമേ നിന്നെ നമ്മൾ ആരാധിക്കുന്നുള്ളൂ, നമുക്കൊരു കഴിവുമില്ല, നമ്മൾ നിന്നെ ആരാധിക്കുന്നുമില്ല, നിൻ്റെ കഴിവ് കൊണ്ടാണ് നമ്മൾ നിന്നെ ആരാധിക്കുന്നത്. എവിടെയുള്ള പദവികളുടെ കാമ്പ് അഥവാ രത്നം അത് തന്നെയാണ്. നമ്മൾ ആരാധിക്കുന്നതോ അവൻ്റെ കഴിവ് കൊണ്ടാണ്, അല്ലാതെ നമ്മളെ കഴിവ് കൊണ്ടല്ല. അതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ സത്ത. ഇയ്യാക നഅ്ബുദു, നിൻ്റെ കഴിവ് കൊണ്ട് ഞാൻ നിന്നെ ആരാധിക്കുന്നു. ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം നമ്മൾ തൗഫീഖ് തേടുകയും ചെയ്യും, നമുക്കൊന്നും കഴിവില്ല എന്നാണ് ആരിഫീങ്ങളുടെ ആ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ്റെ അർത്ഥം. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, അതായത് ഒരു വളവുമില്ലാത്ത, ഞങ്ങൾ നീ നേരായ പാതയിൽ നയിക്കണമേ, അതായത് ഒരു വളവുമില്ലാത്ത ചൊവ്വായ പാതയിൽ നീ നയിക്കണേ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചൊരിഞ്ഞവരുടെ പാത, അതായത് നബിമാർ. ഖുർആനിലെ ആയത്തിൽ അതിനെ വിശദീകരിക്കണം. നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസ്നു ഉലൈക റഫീഖ, അവരുടെ പാത. ഏലം, നിങ്ങളറിയണം, അന്ന തുറുഖ സലാസ്, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ സിറാത്തുൽ മുസ്തഖീമായ വഴിയിൽ നമ്മളാക്കണേ. ഇപ്പോൾ ഒരു വഴിനെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പോൾ വഴി 3 ഉണ്ട്. അന്ന തുറുഖ സലാസ്, 3 വഴികളുണ്ട്. ത്വരീഖുൽ ലിൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി. മുവജ്ജത്തുൻ അൻ ജിഹതി യമീനിൽ ഖൽബി ഇലൈഹ, അത് പിന്നെ സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ വലത്തെ ഭാഗത്തുനിന്ന് അതിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞു പോകുന്നൊരു വഴിയാണ്. നേരെയുള്ള വഴിയല്ല അത്. ഹൃദയത്തിൻ്റെ വലത്തെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു ചെരിഞ്ഞ വഴിക്കാണ് സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പറയാം. അപ്പോൾ 3 വഴിയുണ്ട്. ഒരു വഴി ഹൃദയത്തിൻ്റെ വലത്തെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു ചെരിഞ്ഞ വഴിയാണ്. രണ്ടാമത്തെ ത്വരീഖുൻ നാർ, നരകത്തിലേക്കുള്ള വഴി. മുവജ്ജത്തുൻ ഇലാ ജിഹത്തി ഷിമാലിൽ ഖൽബ്, അത് ഹൃദയത്തിൻ്റെ അടുത്തേ ഭാഗത്തുനിന്ന് വരുന്ന ഒരു ചെരിഞ്ഞ വയ്യ ത്വരീഖുൽ ഹൽവ, പക്ഷെ അത് നല്ല രസം കിട്ടും. അതായത് സ്വർഗത്തിലേക്കുള്ള വഴി ഹൃദയത്തിൻ്റെ വലത്തേ ഭാഗത്തുനിന്ന് വരുന്ന ചെരിഞ്ഞ വയ്യ, നരകത്തിലേക്കുള്ള വഴി ഹൃദയത്തിൻ്റെ ഇടത്തെ ഭാഗത്തുനിന്ന് വരുന്ന ചെരിഞ്ഞ വയ്യ. പക്ഷേ ഈ 2 വഴിക്കൊരു വ്യത്യാസം. 2 ചെരിഞ്ഞ വഴിയാണെങ്കിലും നമ്മൾ കൂടുതലും നരകത്തിലേക്കുള്ള വഴിയാണ് ഓപ്റ്റ് ചെയ്യുക. കാരണം എന്താ? വയ്യ ത്വരീഖുൽ ഹുൽവ, അതിൽ ചെറിയ മധുരമുണ്ട്. ആ വഴിക്ക് ബാഹ്യമായൊരു മധുരമുണ്ട്. ആ മധുരം വെച്ചുള്ളതുകൊണ്ട് നമ്മൾ ആ വഴി തിരഞ്ഞെടുക്കാൻ ചാൻസ് ഉണ്ട്. ത്വരീഖുൽ ജന്നത്തു ഷാഖത്തുൻ, എന്നാൽ സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ ചെറിയ ബുദ്ധിമുട്ട് കയറിയ വഴിയാണ്. അതുകൊണ്ട് അത് നമ്മൾ അങ്ങനെ തിരഞ്ഞെടുക്കില്ല. നമുക്ക് കൂടുതൽ ടെൻഡൻസി വരിക നരകത്തിലേക്കുള്ള വഴി തിരഞ്ഞെടുക്കാനാണ്. ഉഹീതത്ത് മക്കാരി, സ്വർഗത്തിലേക്കുള്ള വഴിക്ക് ചുറ്റും എന്താ ഉണ്ടാവുക? കുറേ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് ഉണ്ടാവുക. ബാഹ്യമായിട്ട് കേട്ടോ, നഫ്സ് ശുദ്ധീകരിക്കാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് സ്വർഗത്തിന് ചുറ്റും ഉണ്ടാവുക. കുറേ ദിക്റല്ല, ഇബാദത്ത് ചെയ്യുക, ഖുർആൻ ഓതുക, ദീനിന് വേണ്ടി പരിശ്രമിക്കുക, നിസ്കരിക്കുക, നല്ല കാര്യം പറയുക, മോശം കാര്യം പറയാതിരിക്കുക, തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുക, അങ്ങനെയൊക്കെ അതൊക്കെ നമുക്ക് അത്ര ഇഷ്ടം ഉണ്ടാവില്ല ഒന്നും. അങ്ങനത്തെ വഴിയാണ് അതിലുണ്ടാവുക. കാരണം വിശ്വാസങ്ങൾ ഹദീസ് വന്നിട്ടുണ്ട്, ഹുഫത്തിൽ ജന്നത്തു ബിൽ മക്കാരിഹ, സ്വർഗത്തെ അള്ളാഹു നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കൊണ്ട് ചുറ്റിയിട്ടുണ്ട്. അതിൻ്റെ ചുറ്റും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. അത് കടന്നാലേ നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയും. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താലേ സ്വർഗത്തിലെത്താൻ കഴിയും. ഹുഫത്തിനാരി ബി ഷഹവാത്ത്, എന്നാൽ നരകത്തിന് അള്ളാഹു നല്ല രസകരമായ ഇച്ഛകളും നമ്മുടെ താല്പര്യങ്ങൾ കൊണ്ട് ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ചെയ്താൽ നമുക്ക് വേഗം താല്പര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. അത് ചെയ്താൽ നമുക്ക് നരകത്തിലേക്ക് പോകാം. അപ്പോൾ ഈ 2 വഴി വരുന്നുണ്ട്. ഒന്ന് സ്വർഗത്തിലേക്കുള്ള വളഞ്ഞ വഴി, ഒന്ന് നരകത്തിലേക്കുള്ള വളഞ്ഞ വഴി. ഈ 2 വഴിയിൽ നരകത്തിലേക്കുള്ള വളഞ്ഞ വഴി കുറച്ച് മധുരമുള്ളതാണ്. ഇനി 3ാമത്തൊരു വഴിയുണ്ട്, ത്വരീഖുൽ മുസ്തഖീം, നേരായൊരു വഴി. ഇത് 2 വളഞ്ഞ വഴിയാണ്. ഇത് 2ാമത്തെ നേരായ വഴിയാണ്. ലാഹിറുൻ, അത് വളരെ വ്യക്തമായ പ്രകാശിക്കുന്ന വെളിവായൊരു മാർഗ്ഗമാണ്. അതിലിങ്ങനെ നമുക്ക് അങ്ങനെ വളവൊന്നുണ്ടാവില്ല, നേരെ വ്യക്തമായൊരു മാർഗ്ഗമാണത്. ലാ ഉബാറാലി, അതിൽ പടലങ്ങളൊന്നുമില്ല, കൺഫ്യൂഷൻസ് ഒന്നുമില്ല. വല അഖബ, അതിൽ തടസ്സങ്ങളൊന്നുമില്ല. വല ഷൗക്ക, അതിൽ മുള്ളുകളൊന്നുമില്ല. വല മൈല, അതിൽ ചെരിവുകളൊന്നുമില്ല. വല ലിസ്, അതിനെ നമ്മളെ
യാത്രനെ ബുദ്ധിമുട്ടിക്കുന്ന കള്ളന്മാരൊന്നുമില്ല. ബൽ ജറദുഹുല്ലാഹു മിൻ മിഹനി വൽ കദ്ദി വത്താബ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ പിന്നെ പ്രയാസങ്ങളിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും ക്ഷീണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ആ നേരായ വഴിയിലൂടെ പോകുമ്പോൾ കഷ്ടപ്പെടൂല. സ്വർഗത്തിലേക്കുള്ള വഴിയും കഷ്ടപ്പാടിൻ്റെ വഴിയ. എന്നാൽ ഈ നേരായ വഴിയിൽ അത്ര വലിയ കഷ്ടപ്പാടൊന്നുമില്ല. അതിൽ അള്ളാഹു കഷ്ടപ്പാടെന്നൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. വഹുവ ത്വരീഖും മുഖാബിലുൻ ലിൽ ഖൽബ്. അത് ഹൃദയത്തിൽ നിന്നുള്ള നേരെയുള്ളൊരു വയ്യ. ബൈന ത്വരീഖത്ത്, ഈ രണ്ട് വൈൻ്റെ ഇടയിലായിട്ട്. അപ്പം ഹൃദയത്തിൻ്റെ വലത്തെ ഭാഗത്തുള്ള ചെരിഞ്ഞ വഴിയില്ലേ, ഇടത്തെ ഭാഗത്തുള്ള ചെരിഞ്ഞ വഴിയുണ്ട്, അതിൻ്റെ നടുവ് കൂടി ഒരു നേരെയുള്ള വഴി. മിനൽ ഖൽബി ഹദ്റത്തുൽ ഇലാഹിയ. ആ നേരെ ഉള്ള വഴി പോകുന്നത് അള്ളാഹിലേക്ക്. അപ്പോൾ അള്ളാഹിലേക്കുള്ള നേരെ വഴിയാണത്. ഒന്ന് സ്വർഗത്തിലേക്ക്, ഒന്ന് നരകത്തിലേക്ക്, ഒന്ന് അള്ളാഹിലേക്ക്. അപ്പോൾ അതിൽ വളവൊന്നുമില്ല. മാത്രമല്ല അത് കുറേ കഷ്ടപ്പാടുമില്ല. കഷ്ടപ്പാടൊക്കെ ഈ രണ്ടെണ്ണത്തിലുള്ളത്. എന്നാൽ അള്ളാഹിലേക്ക് പോകുന്നതിൽ വലിയ കഷ്ടപ്പാടില്ല. വയ്യ ത്വരീഖത്തുൽ ആരിഫീൻ, അത് ആരിഫീങ്ങളുടെ വയ്യാണ്. അൽഫാനീന അനി ദുനിയ വല്ലാഹിറ. അവർ ദുനിയാവിനെ ആഖിറത്തിനെയൊക്കെ ഒഴിവാക്കി വരാം. അപ്പോൾ ഈ നേരായ വഴി എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ആരിഫീങ്ങളുടെ വഴിയാണ്. കാരണം ഈ ദുനിയാവിനെ ആഖിറത്തിനെയൊക്കെ അവർ ഉപേക്ഷിച്ചവരാ. വൽ ജന്നത്ത് വന്നാർ, അതുപോലെ തന്നെ സ്വർഗത്തിനെയും നരകത്തിനെയും ഉപേക്ഷിച്ചവരാ. വൻ തരീക്കൈ ഹിമ, അതിലേക്കുള്ള വഴികളെയും ഉപേക്ഷിച്ചവരാ. ബിഹൈസു ലാ ഇൽത്തിഫാത്ത് ലഹുമ, എത്രത്തോളം തന്നെ അതിലേക്ക് ഒരു ശ്രദ്ധ അവർക്ക് ഉണ്ടാവില്ല. സ്വർഗത്തിലേക്കുള്ള വഴിയിലേക്കും ശ്രദ്ധ ഉണ്ടാവില്ല, നരകത്തിലേക്കുള്ള വഴിയിലേക്കും ശ്രദ്ധ ഉണ്ടാവില്ല, ദുനിയാവിലേക്കുള്ള വഴിയിലേക്കും ശ്രദ്ധ ഉണ്ടാവില്ല, ആഖിറത്തിലേക്കുള്ള വഴിയിലേക്കും ശ്രദ്ധ ഉണ്ടാവില്ല. അങ്ങനത്തെ ആളുകളാണവർ. എന്തുകൊണ്ടങ്ങനെ? ലിസത്തവത്തി നൂരി സുബഹാത്തി ജലാലി അലാ ഖുലൂബിഹിം. അള്ളാഹുവിൻ്റെ ജലാലിൻ്റെ പ്രകാശം അവരുടെ ഹൃദയത്തിൽ പിടികൂടിയതുകൊണ്ടാണ്. അള്ളാഹിൻ്റെ പ്രകാശം അവരുടെ ഹൃദയത്തിൽ പിടികൂടുകൊണ്ട് അവർക്ക് ഇതിലേക്കൊന്നും ശ്രദ്ധ ഉണ്ടാവില്ല. അവർ അള്ളാഹിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്നവർ, നേരായ വഴിയിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ ഈ നേരായ വഴി എന്ന് പറഞ്ഞാൽ ആരിഫീങ്ങളെ വഴിയാണെന്നാണ് മഹാനവകൾ പറയുന്നത്. ഇനി സുമ്മ ഇന്നഹ അലാ കിസ്മൈൻ, ഈ നേരായ വഴിയിൽ രണ്ട് വിഭാഗം ആൾക്കാരുണ്ട്. ത്വരീഖത്തുൽ അമലി വഹിയ ത്വരീഖത്തുൽ ഇറാദ. അതിൽ അമലിൻ്റെ വഴി സ്വീകരിച്ചവരുണ്ട്, അമലിലായി മുഴുകുന്നവരുണ്ട്. വഹിയ ത്വരീഖത്തുൽ ഇറാദ, അത് ഇറാദത്തിൻ്റെ വഴിൻ്റെ ആൾക്കാർ, അതായത് മുരീദന്മാരുടെ വഴിയാണ്. അവർ അള്ളാഹിനെ അറിഞ്ഞവരല്ല, പക്ഷെ അള്ളാഹിനെ അറിയാൻ ആഗ്രഹിച്ച് ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാണ് അവർ. എന്നാലോ വഹിയ ഷാക്കത്തും, അത് കുറച്ച് ബുദ്ധിമുട്ടായ വഴിയാണ്. ഈ ആരിഫീങ്ങളെ വഴിയിൽ തന്നെ മുരീദന്മാരെ വഴിയുണ്ട്. ആ മുരീദന്മാരെ വഴി കമ്പാരിറ്റീവ്ലി ബുദ്ധിമുട്ടായ വഴിയാണ്. വലാ യസ്ഫു സുലൂക്കഹ വലാ കൽബുൻ സാലിക്കഹ. അവരുടെ ആത്മീയമായ യാത്രയോ അവരുടെ ഹൃദയമോ ഒന്നും പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. ആ രൂപത്തിൽ അവരിങ്ങനെ പോകുന്നവരാണ്. അവരൊരുപാട് കഠിനാധ്വാനം ചെയ്യുന്നവരായിരിക്കും. ഇല്ലാ ബാദൽ വസൂൽ, അവർ അള്ളാഹുവിൽ എത്തിച്ചേർന്നാൽ മാത്രമേ അവർക്ക് അത് ശുദ്ധീകരിക്കപ്പെടുള്ളൂ. അങ്ങനെ അവർ എത്തിച്ചേർന്നിട്ടുണ്ടാവില്ല. അള്ളാഹിനെ അറിയാത്തവരാണ് അവരിങ്ങനെ യാത്ര ചെയ്യുന്നവരാണ്. ഇനി രണ്ടാമത്തെ വഴിയുണ്ട്. ഒന്നാമത്തത് മുരീദന്മാരെ വഴി, രണ്ടാമത്തത് തരീഖൽ ഫളിൻ്റെ വഴി. വഹിയല്ലദീ അശാറലഹൽ ഹഖു ജല്ല വഅലാ ബിഖൗലി, അതിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചന നൽകിയത്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു പ്രത്യേകം എടുത്ത് പറഞ്ഞു സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അള്ളാഹ് അനുഗ്രഹിച്ചവരുടെ വഴി. എന്തിനാ അങ്ങനെ പറഞ്ഞത്? അത് അള്ളാഹിൻ്റെ ഫളിൻ്റെ വഴി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, അതിലേക്ക് സൂചന നൽകാനാണ്. മഅനാഹു, അതിൻ്റെ അർത്ഥം എന്താ? ഖാലു, നിങ്ങൾ പറയണത് പോലെയാണത്. യാ റബ്ബെ എഹ്ദിന വാർഷിദിന, അള്ളാഹു എൻ്റെ റബ്ബെ എഹ്ദിന, നീ എന്നെ മാർഗദർശനം ചെയ്യണേ, വാർഷിദ, എനിക്ക് വേണ്ട മാർഗദർശനം തരണേ. എങ്ങോട്ട്? ആ ത്വരീഖൽ മൂസിലത്ത ലി ഹദ്റത്തി, നിൻ്റെ സാന്നിധ്യത്തിലേക്ക് എത്തിച്ചേർന്നൊരു വഴി നീ അതിൽ എനിക്ക് മാർഗദർശനം തരണേ. അലാ സബീലിൽ ഇനാം, എങ്ങനത്തെ വഴിയാണത്? നിൻ്റെ അനുഗ്രഹത്തിൻ്റെ വഴിയാണത്. ബിലാ തഅറുദിൽ, അല്ലാതെ സ്വന്തമായി ഞാൻ കണ്ടെത്തുന്ന, ഞാൻ കഷ്ടപ്പെടുന്ന വഴിയല്ല. നീ എന്നെ നിന്നിലേക്ക് എത്തിക്കണം. അങ്ങനെ നിൻ്റെ കഷ്ടപ്പാട് കൊണ്ടല്ല എത്തിക്കേണ്ടത്, നിൻ്റെ അനുഗ്രഹം കൊണ്ട് നീ എന്നെ എത്തിക്കണേ. വലാ ഖദ്ദിൻ, അവിടെ കുറേ കഷ്ടപ്പാടുകളില്ല. വലാ കസറത്തുൽ മുജാഹദ, ഒരുപാട് ആത്മീയമായ
പരിശ്രമങ്ങളൊന്നും അതിലില്ല. അങ്ങനത്തെ ഒരു വഴിയിലേക്ക് നീ എത്തിക്കണേ. വഹാദിഹി ഹിയ ത്വരീഖത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വരീഖത്ത്. അതാണ് റസൂലുള്ളാഹി വഴി. വ അമലു മിൻഹു അലാ വജ്ഹി ശുക്രി ലാ ഗൈറ. അതിനർത്ഥം അവിടെ അമലില്ല എന്നല്ല കേട്ടോ. ഈ വഴിയിൽ ഫദ്ലിൻ്റെ വഴിയിൽ പ്രവേശിച്ചവർ അമൽ ചെയ്യില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷെ അവരുടെ അമൽ എന്തല്ല, ഇങ്ങനെ കഠിനാധ്വാനത്തിൻ്റെ അമലല്ല. വജ്ഹി ശുക്ർ ലാ ഗൈറ. അവർ നന്ദി ചെയ്യാൻ വേണ്ടി അമൽ ചെയ്യണം. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഴി ഇതാണെന്ന് പറഞ്ഞ വിശ്വാസങ്ങൾ നിന്ന് നിസ്കരിച്ചിട്ടില്ലേ, പല ദിവസങ്ങളിലും ഉറക്കം കഴിഞ്ഞിട്ടില്ലേ, നോമ്പ് നോറ്റിട്ടില്ലേ, ഒരുപാട് ദിക്റും സലാത്തും ചൊല്ലിയിട്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. വിശ്വാസങ്ങൾ അമലുകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ വിശ്വാസങ്ങളെ വഴിയാണ് ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇത് കുറേ കഷ്ടപ്പെടുന്ന വഴിയല്ല, പകരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ ചെയ്തത് അള്ളാഹുവിന് നന്ദി ചെയ്യാമെന്ന അർത്ഥത്തിലാണ്. അങ്ങനെ ചെയ്യും നമ്മൾ. വസലക്ക അലൈഹി അസ്ഹാബ് റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസ്ഹാബിങ്ങളും മഹാന്മാരായ സ്വഹാബാക്കളും ആ വഴി തന്നെയാണ് സ്വീകരിച്ചത്. വഹിയ ബി നഫ്സിഹ അല്ലതി ലഖനഹ ഇലി ശൈഖന റളിയല്ലാഹു അൻഹു. ശൈഖന സയ്യിദുനാ ശൈഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങളിലേക്ക് പകർന്നു കൊടുക്കപ്പെട്ടതും ഇതേ വഴി തന്നെയാണ്. ശുക്റിൻ്റെ വഴി. കഷ്ടപ്പെട്ട് ഇബാദത്ത് ചെയ്യുന്ന വഴിയല്ല, പകരം നന്ദി ചെയ്ത് ഇബാദത്ത് ചെയ്യുക. നന്ദിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുക. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ആലോചിച്ച് ഇബാദത്ത് വർദ്ധിപ്പിക്കുക. അള്ളാഹു നന്ദി ചെയ്യാൻ വേണ്ടി, വേറൊന്നിനല്ല. അതാണ് നമ്മൾ സയ്യിദുനാ ശൈഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ വഴി. വസലക്ക അലൈഹ അസ്ഹാബു. അതുപോലെ തന്നെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ അസ്ഹാബിങ്ങളും അനുചരന്മാരും മുരീദന്മാരും ആ യാത്ര ചെയ്തത് അതേ വഴി തന്നെയാണ്. ഉമൂമുൻ വ ഖുസൂസൻ. അതിലെ പ്രത്യേകക്കാരും സാധാരണക്കാരൊക്കെ യാത്ര ചെയ്ത അതേ വഴി തന്നെയാണ്. ബിലാ വാസിത്തത്തിൻ. അത് അങ്ങനത്തെ ആൾക്കാർ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ നേരെ മുരീദന്മാരായാലും ശരി, ഔ ബിവാസിത്തത്തിൻ, അല്ലെങ്കിൽ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ മുഖദ്ദമങ്ങൾ വഴി വന്നവരാണെങ്കിലും ശരി, ഔ ബി വസായിത്തിൻ, അല്ലെങ്കിൽ ഒരുപാട് മുഖദ്ദമങ്ങളിലൂടെ പിന്നീട് വന്നവരാണെങ്കിൽ ശരി, ആരാണെങ്കിലും അവരൊക്കെ ഇലാ ഖിയാമസ്സാ, ഖിയാമത്ത് നാൾ വരെ ഇങ്ങനെ അള്ളാഹുവിനെ ആരാധിക്കുന്നവരായിരിക്കും. അള്ളാഹുവിനെ നന്ദി ചെയ്യാവുന്ന അടിസ്ഥാനത്തിൽ മാത്രം, വേറൊന്നിനായിരിക്കില്ല. ഫമാ ലിയാഹലി ഹാദിഹി ത്വരീഖ ഇല്ലൽ ഫദ്ൽ. അതുകൊണ്ട് ഈ ത്വരീഖത്തിൽ ഫദ്ലിൻ്റെ വഴിയല്ലാതെ ഫദ്ലിനെ കണ്ടെത്തലും അത് അനുഭവിക്കലും അതിനുവേണ്ടി ശുക്ർ ചെയ്യലും എന്നല്ലാതൊരു വഴി ഈ ത്വരീഖത്തിലില്ല. വലാ യഅ്തമിദൂന അലാ അമാലിഹിം. ഈ ത്വരീഖത്തിൻ്റെ ആളുകൾ അള്ളാഹിൻ്റെ ഫദ്ലിൽ മാത്രമാണ് ബരമേൽപ്പിക്കുക, അല്ലാതെ ഒരിക്കലും അവരുടെ അമലുകളിൽ ബരമേൽപ്പിക്കില്ല. ഞാൻ ഇത്ര ഖുർആൻ ഓതുന്ന ആളാണ്, ഞാൻ ഇത്ര നിസ്കരിക്കുന്ന ആളാണ്, ഞാൻ ഇത്ര കുറേ സ്വലാത്ത് ചെല്ലുന്ന ആളാണ്, അങ്ങനെ പറഞ്ഞാൽ അവർ അമലിൻ്റെ മുകളിലല്ല അവരെ ബരമേൽപ്പിക്കൽ, അള്ളാഹിൻ്റെ ഫദ്ലിൻ്റെ മുകളിലാണ്, അള്ളാഹിൻ്റെ അനുഗ്രഹത്തിൻ്റെ മുകളിലാണ്. അവരൊക്കെ അതിലാണ് പ്രതീക്ഷ കൽപ്പിക്കുന്നത്, ഈ അമലിൻ്റെ മുകളിലല്ല. ഈ അമലുകളൊക്കെ അവർ ചെയ്യുന്നത് അള്ളാഹ്ക്ക് നന്ദി ചെയ്തുകൊണ്ട്. വൽ ത്വരീഖത്തുഹുൽ അമലു അലാ വജ്ഹി ശുക്രി ലില്ലാഹി ലാ ഗൈറ. അവരുടെ അമൽ അവർ അള്ളാഹുവിന് ശുക്ർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അവർ നിസ്കരിക്കാത്തവരല്ല, അവരൊരുപാട് നിസ്കരിക്കുന്നവരാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്. അവർ ഖുർആൻ ഓതാത്തവരല്ല, ഖുർആൻ ഓതുന്നവരാണ്. അവർ ദിക്ർ അല്ലാത്തവരല്ല, ദിക്ർ ചൊല്ലുന്നവരാണ്, സ്വലാത്ത് ചൊല്ലുന്നവരാണ്, അതൊക്കെ അധികരിപ്പിക്കുന്നവരാണ്. പക്ഷെ അതൊന്നും എന്തല്ല, അതുകൊണ്ടൊക്കെ എനിക്ക് എന്തോ നേടിയെടുക്കണം, ഇതുകൊണ്ട് ഞാൻ കഴിച്ചിലാവണമെന്ന് വിചാരിച്ചിട്ടില്ല. അതൊക്കെ അള്ളാഹുവിന് നന്ദി ചെയ്യാമെന്ന് ഉപയോഗിച്ചിട്ടും മാത്രമാണ് അവർ ചെയ്യുന്നത്. അവരുടെ പ്രതീക്ഷ ഈ അമലിലല്ല, അള്ളാഹിൻ്റെ ഫദ്ലിൽ മാത്രമാണ്. ആദി ഹിയസ് ത്വരീഖത്ത് ശുക്ർ. ഇതാണ് ശുക്റിൻ്റെ ത്വരീഖത്ത്. ആ ത്വരീഖത്തിൽ അമൽ, അല്ലാതെ ഇതല്ല അമലിൻ്റെ ത്വരീഖത്ത്. അമലിൻ്റെ ത്വരീഖത്ത് ഈ പറഞ്ഞതല്ല. അമലിൻ്റെ ത്വരീഖത്ത് തന്നെ എന്താ, ഞാൻ ഇത്ര ലക്ഷം സ്വലാത്തിലിട്ട് ഇങ്ങനെ നേടിയെടുക്കും, ഇത്ര ഖുർആൻ ഓതിയിട്ട് എനിക്ക് ഇന്നത് കിട്ടി, ഞാൻ ഇത്രയൊക്കെ നേടിയത് ഇത്ര ചൊല്ലിയിട്ടാണ്, ഇത്ര കിട്ടി. അവരുടെ ശ്രദ്ധ മുഴുവൻ ആ അമലിൻ്റെ വലുപ്പത്തിലേക്കാണ്. എന്നാൽ ഇതിനേക്കാൾ കൂടുതൽ അമൽ ചെയ്ത ഒരു മനുഷ്യൻ അള്ളാഹിൻ്റെ ഫദ്ലിൻ്റെ മാർഗ്ഗത്തിലാണ്. അവർ അത് ചെയ്തു എന്ന് തന്നെ കരുതൂല. അവർ വിചാരിക്കും അള്ളാഹിൻ്റെ ഫദ്ൽ കൊണ്ട് രക്ഷപ്പെട്ടാൽ മതി എന്നേ അവർ ചിന്തിക്കുള്ളൂ. ഫൽ അമലു മഅലൂമുൻ ലിക്കുല്ലി അഹദ്. എല്ലാ മനുഷ്യന്മാർക്കും അറിയുന്ന കാര്യം അമൽ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ വലിയ പ്രയാസമൊന്നുമല്ല, അത് എല്ലാവർക്കും അറിയാമല്ലോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. തരീഖൽ ഫദ്ൽ മക്തൂമുൻ അൻ അഹ്ലിൽ ഇറാദ. മുരീദന്മാരെ സംബന്ധിച്ചിടത്തോളം അറിയാത്തൊരു കാര്യമാണ് എന്താണ് ഫദ്ൽ എന്ന്. സാധാരണ മുരീദിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലപ്പോൾ ഈ ഫദ്ൽ എന്താണെന്ന് മനസ്സിലാവില്ല, അമൽ എന്താണെന്ന് മനസ്സിലാവും. അമലിൽ പരിശ്രമിക്കാൻ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അള്ളാഹിൻ്റെ ഫദ്ൽ എന്ന് പറഞ്ഞാൽ എന്താ അത് മനസ്സിലാവില്ല. ഫലോ ആയനുഹ ല ഇസ്മഹത് ഇറാദഹും. അവരെങ്ങാനും
ആ സാധനം മനസ്സിലാക്കിയാൽ, അതായത് ഫതിലെന്താന്ന് ഈ മുരീദന്മാരെങ്ങാനും മനസ്സിലാക്കിയാൽ അൽ മഹല്ലത്ത് ഇറാദത്തുഹും, അവരെ ഈ അമലുള്ള പരിശ്രമമൊക്കെ ഇല്ലാണ്ടായിപ്പോവും. ഈ അള്ളാഹിൻ്റെ ഫതിൽ കൊണ്ടാണ്, അള്ളാഹിൻ്റെ ഫതിൽ കൊണ്ട് മാത്രമേ രക്ഷപ്പെടുള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ കഠിനാധ്വാനം ചെയ്ത് ഈ കുറേ ഇങ്ങനെ അമലുകളുടെ ബാണ്ടവും പേറി ഇതുകൊണ്ട് രക്ഷപ്പെടണം എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ അടുക്കൽ പോകുന്ന പരിപാടി ഒരു നിർത്തും. അതുകൊണ്ട് ചെയ്യില്ല. അപ്പോൾ തലാശത്ത് അർക്കാനുഹും, അതിനുവേണ്ടി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അതിനുവേണ്ടി പടുത്തുയർത്തിയ സ്തംഭങ്ങളും ഒക്കെ അപ്പം തന്നെ ഒലിച്ചു പോവും, ഒന്നും അല്ലാണ്ടായിപ്പോവും. ലസാലത്ത് ഫറായിസുഹും ബിർറോബ്, അവരുടെ അവയവങ്ങളിങ്ങനെ പേടി കൊണ്ട് വിറക്കും. മിൻ വജലിമ അമിലൂഹു അല ഐരി വജിഹിൻ, എന്തുകൊണ്ടാണ് പേടിക്കുന്നത്? അവർ ആ കർമ്മങ്ങളൊക്കെ ചെയ്തത് എന്താണ്, അതിനോട് യോജിക്കാത്ത രൂപത്തിലാണെന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയാൽ അള്ളാഹിൻ്റെ ഫضൽ കൊണ്ടേ രക്ഷപ്പെടുള്ളൂ, ഇതൊക്കെ അള്ളാഹിൻ്റെ ഫضൽ കൊണ്ടാണെന്ന് മനസ്സിലാക്കിയാൽ എത്രയോ ഇബാദത്തിൻ്റെ ഭാണ്ഡവുമായി വന്ന ആളുകൾ അവരിങ്ങനെ വിറയ്ക്കും. ഞാൻ ഇത്രയും കാലം ഇതൊക്കെ ചെയ്തത് ഇതുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത രൂപത്തിലായി പോയല്ലോ, ഞാൻ ഇതൊക്കെ നേടിയിട്ട് ഇതൊക്കെ ചെയ്ത് എനിക്ക് ഇങ്ങനെ കിട്ടും എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത്, അതൊക്കെ ഞാൻ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നല്ലോ, അങ്ങനെയല്ലല്ലോ ഞാൻ തേടേണ്ടിയിരുന്നത്, ഇതൊക്കെ ഞാൻ അള്ളാഹ്ക്ക് നന്ദി ചെയ്തിട്ട് മാത്രമല്ല ഇതൊക്കെ ചെയ്യേണ്ടിയിരുന്നത്, ഞാൻ അള്ളാഹ്ക്ക് നന്ദി ചെയ്യാന്നുള്ള എല്ലാത്ത രൂപത്തിൽ ഞാൻ എങ്ങനെയാണ് സലാത്ത് ചൊല്ലിയത്, അള്ളാഹ്ക്ക് നന്ദി ചെയ്യാന്നുള്ള രൂപത്തിലല്ലാതെ ഞാൻ എന്തിനാണ് നിസ്കരിച്ചത്, ഞാൻ എന്തിനാണ് ഖുർആൻ ഓതിയത്, അതൊക്കെ അള്ളാഹ്ക്ക് നന്ദി ചെയ്യാൻ മാത്രമല്ല ചെയ്യേണ്ടത്, അതിന് പകരം ഞാൻ വേറെന്തോ ആവശ്യത്തിനല്ല ഇതൊക്കെ ചെയ്തത് എന്ന് ആലോചിച്ചിട്ട് പേടിച്ചിട്ട് അവരിങ്ങനെ വിറക്കും. പിന്നെ ബാക്കി ഭാഗം വായിക്കുക. അയൽ മാദൂബി അലൈഹിം, കോപിക്കപ്പെട്ടവരുടെ വഴിയല്ലാതെ, അത് ജൂതന്മാരാണ്. അള്ളാഹു അവരിൽ കോപിക്കുകയും അള്ളാഹുവിൻ്റെ ഇഷ്ടജനങ്ങളായ അമ്പിയാക്കന്മാരോട് അവർക്കുള്ള വിരോധം കാരണം അവരെ കുരങ്ങുകളും പന്നികളുമാക്കുകയും ചെയ്തു. അമ്പിയാക്കന്മാരോട് അവർക്ക് കടുത്ത വിദ്വേഷമായിരുന്നു. ക്രിസ്ത്യാനികൾ തങ്ങളുടെ നബിയോട് അതിര് കവിഞ്ഞ സ്നേഹം പ്രകടിപ്പിച്ചു. അതിര് കവിഞ്ഞ സ്നേഹം തന്നെ എന്താ? ദൈവമാക്കുന്ന സ്നേഹം. അള്ളാഹ്ക്ക് പുറമെ ഈസാ നബിയും ദൈവമാണെന്ന് അവർ പറഞ്ഞു. എന്നാൽ മുസ്ലിമുകൾ തങ്ങളുടെ നബിയെ മധ്യത്തിലുള്ള പരിശുദ്ധമായ സ്നേഹം കൊണ്ട് സ്നേഹിച്ചു. അതെന്താണ്? വിശ്വാസങ്ങൾ അള്ളാഹിൻ്റെ ഹബീബാണ്, അള്ളാഹിലേക്കുള്ള ഏറ്റവും വലിയ വസീലയാണ്, അള്ളാഹിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടനായ സൃഷ്ടിയാണ് എന്ന രൂപത്തിലുള്ള സ്നേഹം. അങ്ങനെ അവർ വിജയിച്ചു, ആ രൂപത്തിൽ സ്നേഹിച്ചുകൊണ്ട്. എന്നാൽ ക്രിസ്ത്യാനികൾ അവരുടെ നബിനെ ഇലാഹാക്കിയിട്ട് പരാജയപ്പെടുകയും ചെയ്തു. വലദ്ദാലീൻ, വഴി ഉപയോഗിച്ചവരുടെ വഴിയല്ല. അതിനർത്ഥം എൻ്റെ റബ്ബേ, കോപിക്കപ്പെട്ടവരുടെ വഴിയിലേക്കോ സത്യത്തിൽ വഴിയിൽ നിന്നും ദിവ്യ സാന്നിധ്യത്തിൻ്റെ വഴിയിൽ നിന്നും സ്വർഗത്തിൻ്റെ വഴിയിൽ നിന്നും വ്യതിചലിച്ചും അതിരുവിട്ടും അവിശ്വസിച്ചും നടക്കുന്ന വഴി ഉപയോഗിച്ചവരുടെ വഴിയിലേക്കോ ഞങ്ങളെ നീ നയിക്കരുതേ എന്നാണ്. അവർക്ക് കോപത്തിൻ്റെ വഴിയായ നരകമല്ലാതെ മറ്റൊന്നും ബാക്കിയില്ല. നിസ്കാരം തുടങ്ങുമ്പോൾ അല്ലാഹു അക്ബർ അല്ലാതെ മറ്റൊന്നും മതിയാകാത്തതുപോലെ നിസ്കാരം അവസാനിക്കുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന വചനമല്ലാതെ മറ്റൊന്നും മതിയാവുകയില്ല. പിന്നെ നിങ്ങൾ അറിയുക, ഓരോ നിസ്കാരത്തിലും ഖുർആനിൻ്റെ വിജ്ഞാനങ്ങളെ മുഴുവൻ സമാഹരിക്കാൻ അള്ളാഹു ആരിഫീങ്ങളെ നിർബന്ധിതരാക്കിയിരിക്കുന്നു. അപ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് ഖുർആനിൻ്റെ എല്ലാ ആശയങ്ങളും ആ നിസ്കാരത്തിൽ കൊണ്ടുവരിക എന്നുള്ള ആരിഫീങ്ങൾക്ക് നിർബന്ധമാണ്. എന്നാൽ നിസ്കാരത്തിൽ ഖുർആൻ മുഴുവൻ പൂർത്തിയാക്കുക എന്നത് അവർക്ക് പ്രയാസകരമായിരിക്കുന്നു. അതിനാൽ ഫാത്തിഹ നിയമമാക്കപ്പെട്ടു. കാരണം ഖുർആനിലെ മുഴുവൻ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഫാത്തിഹ. ഹദീസിൽ വന്നിട്ടുണ്ട്, ഫാത്തിഹ ഓതാത്തവൻ നിസ്കാരമില്ല. അതിനാൽ ഓരോ ഫാത്തിഹ ഓതുമ്പോഴും തൗഹീദും അതിൻ്റെ ശാഖകളും ഉൾക്കൊള്ളുന്ന ദീനിൽ അടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓരോ ആരിഫും മനസ്സിലാക്കേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ ഫാത്തിഹയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഫാത്തിഹയിലെ ഓരോ കാര്യങ്ങളും ഓതുമ്പോഴും ദീനിൻ്റെ വ്യത്യസ്തമായ തലങ്ങളെല്ലാം അതിൽ ഉൾക്കൊണ്ടതായിട്ട് ഓരോ ആരിഫും മനസ്സിലാക്കിയിട്ട് വേണം ഓതാൻ. അൽഹംദുലില്ലാ എന്നത് ഹക്കിൻ്റെ അതീന്ദ്രിയമായ അസ്തിത്വത്തിൻ്റെ പ്രതീകമാണ്. അർ-റഹ്മാൻ റഹീം എന്നത് ഏകത്വത്തിൻ്റെ ബിന്ദുവിൻ്റെ പ്രതീകമാണ്. അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഹക്കിനെ സൂചിപ്പിക്കുന്നതാണ്. അർ-റഹ്മാൻ റഹീം എന്ന സൃഷ്ടിയിലേക്ക് ചേർന്നുകൊണ്ടുള്ള കാര്യങ്ങൾ പറയുന്ന പ്രയോഗങ്ങളാണ്. ഇയ്യാക നഅ്ബുദു എന്നത് റുബൂബിയത്തിൻ്റെ മറകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടിമത്വത്തിൻ്റെ പ്രതീകമാണ്. ഇയ്യാക നഅ്ബുദു അതായത് ആ ഒരു സൃഷ്ടിയുമായി ബന്ധപ്പെട്ട
അവിടെ സൃഷ്ടാവുണ്ട്, സൃഷ്ടിയുണ്ട്, സൃഷ്ടാവ് കൽപ്പിച്ച കാര്യങ്ങളുണ്ട്. അതിനനുസരിച്ച് അതിലേക്ക് ചേർന്ന് നിൽക്കുന്ന അടിമൻ്റെ പ്രതീകങ്ങളാണ്. ഇയ്യാക്ക നസ്തഈൻ എന്നത് ജദ്ബിൻ്റെയും സഹ്ഖിൻ്റെയും സാന്നിധ്യത്തിലെ പ്രതീകങ്ങളാണ്. അപ്പോൾ ഇയ്യാക്ക നഅ്ബുദു എന്ന് പറഞ്ഞാൽ ശരീഅത്തിൻ്റെ കാര്യങ്ങളാണ് കൂടുതൽ പറയുന്നത്. ഇയ്യാക്ക നസ്തഈൻ എന്ന് പറയുന്നത് അത് ത്വരീഖത്തിൻ്റെയും ഹഖീഖത്തിലേക്കൊക്കെ കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നത്. എഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ എഹ്ദിന സിറാത്ത എന്നത് അള്ളാഹു അല്ലാത്ത മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നുകൊണ്ട് അവനോട് മാത്രം ബന്ധം സ്ഥാപിക്കുന്നതിൻ്റെ പ്രതീകമാണ്. സിറാത്തുൽ മുസ്തഖീം എന്നത് നഫ്സാനിയായ വിഹിതങ്ങളിൽ നിന്ന് മോചിതനാകുന്നതിൻ്റെ പ്രതിനിധിയാണ്. അപ്പോൾ അതല്ലാത്തെല്ലാം നിന്ന് വിട്ടു നിൽക്കലും നഫ്സിൽ നിന്ന് ഊരിയെടുക്കലും അതൊക്കെ ഇതിൽപ്പെട്ടിട്ടുണ്ട്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്നതിൽ അല്ലദീന എന്നത് തൗഹീദ് മുറുകെ പിടിച്ചവരുടെ പദവികളുടെ പ്രതീകമാണ്. അൻഅംത എന്നത് കൽപ്പനകളുടെയും നിരോധങ്ങളുടെയും വൃത്തത്തിന് അപ്പുറത്തുള്ള നിഗൂഢമായ ഫളലിൻ്റെ വൃത്തത്തിൻ്റെ പ്രതീകമാണ്. അത് നേരത്തെ വിശദീകരിച്ചല്ലോ അൻഅംത എന്താണ്. പറഞ്ഞല്ലോ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. ആര് ഒരു അണുവളവ് നന്മ ചെയ്യുന്നുവോ അവനത് കാണും. ആര് ഒരു അണുവളവ് തിന്മ ചെയ്യുന്നുവോ അവൻ അത് കാണും. ഗൈറുൽ മഗ്ദൂബി അലൈഹിം എന്നത് അവിശ്വാസികളായ ജൂത വിഭാഗങ്ങളുടെ പ്രതീകമാണ്. വലദ്ദാലീൻ എന്നത് ക്രിസ്ത്യാനികളുടെ വിഭാഗങ്ങളെയും അവയുടെ പ്രവർത്തനങ്ങളെയും കുറിക്കുന്ന സൂചനയാണ്. ബസ്മല എന്നത് അള്ളാഹുവിൻ്റെ മക്നൂൻ നാമത്തിൻ്റെ പ്രതീകമാണ്. സകല പ്രപഞ്ചങ്ങളുടെയും നിലനിൽപ്പിനും അസ്തിത്വത്തിനും നിദാനമായ എല്ലാ നാമങ്ങളും ഉൾക്കൊള്ളുന്ന നാമമാണത്. നമ്മൾ ബുഗയത്തുൽ മുസ്തഫീദിൻ്റെ ബിസ്മിൻ്റെ വിശദീകരണത്തിൽ ഇത് വിശദമായി നമ്മൾ പറഞ്ഞിരുന്നു ബസ്മലിനെ കുറിച്ച്. ബസ്മല കുൻ എന്ന അള്ളാഹുവിൻ്റെ പേരിലേക്ക് ചേർത്ത് പറയുന്നതാണ്. ബിസ്മില്ല എന്ന് പറയുന്നത് കുൻ എന്ന് പറയുന്നത് പോലെയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ അതായത് കുൻ എന്ന വിശേഷനാണ് ബിസ്മില്ല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലെ ബാഹിൻ്റെ സൂചന എന്താണ്? അപ്പോൾ അള്ളാഹിനെ പറ്റി പറഞ്ഞ പോലെയാണ് എന്നിലൂടെയാണ് ഉണ്ടായിട്ടുള്ളതൊക്കെ ഉണ്ടായത്, എന്നിലൂടെയാണ് ഉണ്ടാകാനുള്ളതൊക്കെ ഉണ്ടാകാൻ പോകുന്നത്. ബിസ്മില്ല എന്ന് പറയുന്നതിൽ ഉണ്ടല്ലോ, ബിസ്മില്ല ഈ എന്നെക്കൊണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, എന്നെക്കൊണ്ടാണ് ഇതുവരെ ഉണ്ടായതൊക്കെ ഉണ്ടായത്, ഇനി ഉണ്ടാവാൻ പോകുന്നത് എന്നെക്കൊണ്ടാണ് ഉണ്ടാകുന്നത്. അള്ളാഹു പറഞ്ഞല്ലോ ബി അരിഫോനി, എന്നെക്കൊണ്ടാണ് അവർ എന്നെ അറിയുന്നത് എന്ന്. അപ്പോൾ എന്നെക്കൊണ്ടാണ് അവരറിയുന്നത്, എന്നെക്കൊണ്ടാണ് എല്ലാം ഉണ്ടായത്, ഇനി ഉണ്ടാവാൻ പോകുന്നത് എന്നെക്കൊണ്ടാണ് അവർ ഇബാദത്ത് ചെയ്യുന്നത്, എന്നെക്കൊണ്ടാണ് അവരെല്ലാം ചെയ്യുന്നത് എന്നാണ് ആ കൊണ്ട് ഉദ്ദേശിക്കുന്ന സൂചന. ജസാക്കല്ലാഹു ഖൈർ.